കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങൾ സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എപ്പോഴും ഏത് പരിതസ്ഥിതിയിലും ഏത് കാലാവസ്ഥയിലും സന്തുഷ്ടരായി ഇരിക്കണം, സമാധാനമുള്ളവരായി ഇരിക്കണം എന്നതാണ് നാം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം. വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം തുർമുദി ഹസൻ ആയ ഹദീസ് പരമ്പരയിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. മൻ അസ്ബഹ മിൻകും മുആഫൻ ഫീ ബദനിഹി ആമിനൻ ഫീ ശർബിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ഇലൈഹി ദുനിയ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സുരക്ഷിതനായി കിടന്നുറങ്ങുകയും, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബിഹി, അവൻ അവൻ്റെ വീട്ടിൽ സുരക്ഷിതനാണ്. രാത്രി കടന്നുറങ്ങുമ്പോൾ അവനെ ആരും വാതിൽ ചവിട്ടിപ്പൊളിച്ച് കടന്നാക്രമിക്കുകയില്ല. നമ്മളൊക്കെ ഇന്ന് അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ്. വമുആഫൻ ഫീ ബദനിഹി, അവൻ്റെ ശരീരത്തിൽ അവന് കാര്യമായ പ്രശ്നങ്ങളും തകരാറുകളും ഇല്ല. ശരീരം ഫിറ്റ് ആണ്, കതക് അടച്ച് അവന് വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാം. വഇൻദഹു ഖൂതു യൗമിഹി, അവൻ്റെ കൈവശത്തിൽ അന്നേത്തെ ദിവസത്തിനാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട്. അന്നേത്തെ ദിവസം, നാളേത്തതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അന്നേത്തെ ദിവസത്തിനുള്ള ആഹാരവും അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഫകഅന്നമാ ഹീസത് ഇലൈഹി ദുനിയ, ദുനിയാവ് മുഴുവനും അവന് നൽകപ്പെട്ടിട്ടുണ്ട്. ദുനിയാവിൽ ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെന്തൊക്കെയാണോ അതെല്ലാം അവന് നൽകപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് മുഴുവനും ബോണസ് ആണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കും. അന്നേത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്നേത്തെ ഭക്ഷണം മാത്രം മതി, നാളത്തെ കാര്യം നോക്കണ്ടേ? അതിന് നാളത്തെ കാര്യം നിങ്ങളോട് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങളോട് ഇന്നത്തെ നോമ്പും ഇന്നത്തെ നിസ്കാരവും ഇന്നത്തെ ഖുർആൻ പാരായണവുമാണ് അല്ലാഹു ചോദിച്ചിട്ടുള്ളത്. നാളത്തെ നിസ്കാരം നിങ്ങളോട് അല്ലാഹു ചോദിച്ചിട്ടില്ല. നാളെ ആവട്ടെ, നാളെ നിസ്കരിക്കാൻ നാളെ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ അപ്പം നിസ്കരിക്കാം, അപ്പം അതിനുള്ള ഭക്ഷണം ഉണ്ടാവും. അപ്പം ഇന്ന് മാത്രമേ നിങ്ങളോട് ഞാൻ ആരാധനാ കർമ്മങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, നാളെ നിങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം നിങ്ങളുടെ കൈവശമുണ്ടോ, ഫകഅന്നമാ ഹീസത് ഇലൈഹി ദുനിയ, ദുനിയാവ് മുഴുവനും അവന് നൽകപ്പെട്ടു കഴിഞ്ഞു. അപ്പം ഈ ഒരു സിദ്ധാന്തം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ സന്തുഷ്ടനായിരിക്കുക തന്നെ വേണം. അവൻ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഒരു വിശ്വാസിയെ അസ്വസ്ഥപ്പെടുത്തുന്നത്, അവൻ്റെ മനസ്സിൽ സമാധാനക്കേട് കൊണ്ടുവരുന്നത് പിശാചിൻ്റെ കുതന്ത്രങ്ങളാണ്. ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ, വിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി പിശാച് ആണ് ദുർബോധനങ്ങൾ നൽകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും ഏത് പരിതസ്ഥിതിയിലും ഏത് കാലാവസ്ഥയിലും മാനസികമായി സന്തുഷ്ടി ഉള്ളവരായിരുന്നേ തീരൂ. കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ട്, കുടുംബത്തിൽ പല സംസാരങ്ങളുമുണ്ട്, പിണക്കമുണ്ട്,
ഒക്കെ ഉണ്ടാവാം. അതോടൊക്കെ ഒപ്പം അതിനെയെല്ലാം കൈകാര്യം ചെയ്ത് മനക്കരുത്തിൻ്റെ ബലത്തിൽ, അതൊന്നും പുറമേക്ക് കാണിക്കാത്ത വിധത്തിൽ ശക്തി സംഭരിക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ഇത് ഞാൻ എൻ്റെ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മളിൽ മഹാഭൂരിഭാഗം ആളുകളും കുടുംബജീവിതം തുടങ്ങിയവരാണ്. കുടുംബജീവിതം തുടങ്ങിയതിന് ശേഷം പലരും പല പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാണ്. അതൊക്കെ ഉണ്ടാവും. കുടുംബജീവിതത്തിൽ മാത്രമല്ലല്ലോ പ്രശ്നം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രശ്നമില്ലേ? തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിൽ പ്രശ്നമുണ്ട്. എന്നിട്ടും കമ്പനി നടന്നു പോകുന്നുണ്ട്. ഒരു കലാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രശ്നമുണ്ട്. പക്ഷെ അവർ ഒരുമിച്ചിരുന്ന് പഠിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ സഹോദരന്മാർ പരസ്പരം പ്രശ്നങ്ങളുണ്ട്, എന്നാലും അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഒരു പട്ടണത്തിൽ കച്ചവടം നടത്തുന്ന ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഒരു സംഘടനയിൽ പ്രശ്നമുണ്ട്. കൂട്ടായ്മകളിൽ പ്രശ്നമുണ്ട്. എന്നിട്ട് ഇവിടെ കയ്യാങ്കളിയോ അല്ലെങ്കിൽ സായുധ സംഘടനമോ ഒന്നും നടക്കാതെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രം പ്രശ്നമുണ്ടാകുമ്പോൾ എന്താണ് ഭൂമി കുലുങ്ങുന്നത്? എന്താണ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം സാധാരണ മറ്റു മനുഷ്യർ തമ്മിലുള്ള പ്രശ്നം പോലെ അതിനെ നോർമൽ ആയി മനസ്സിലാക്കി മറ്റു പ്രശ്നങ്ങളെ നമ്മൾ എപ്രകാരമാണോ സോൾവ് ചെയ്യുന്നത്, പരിഹരിക്കുന്നത്, അതുപോലെ ഇതിനെയും പരിഹരിക്കാനുള്ള കഴിവുകൾ ആർജിച്ചെടുത്ത് ഇത്തരം ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടണം. അല്ലാതിരുന്നാൽ നമ്മുടെ ജീവിതം തകർന്നടിഞ്ഞു പോകും. വൈവാഹിക ജീവിതം വേണ്ട എന്ന് വെക്കാനോ അല്ലെങ്കിൽ കുടുംബജീവിതം വേണ്ട എന്ന് വെക്കാനോ ഒന്നും ഇത്തരം സംഭവ വികാസങ്ങൾ നമ്മെ പ്രേരിപ്പിക്കാൻ പാടുള്ളതല്ല. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവരാണ് മുൻഗാമികളായ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം. മഹാന്മാരായ പ്രവാചകന്മാർ, അവരുടെയൊക്കെ ചരിത്രം എല്ലാവരും വിവാഹിതരായിരുന്നു, സന്താനങ്ങളുള്ളവരായിരുന്നു. ആദം നബി അലൈഹിസ്സലാം, മനുഷ്യകുലത്തിൻ്റെ പ്രാരംഭം, തുടക്കം, നമ്മുടെ പൂർവ്വപിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് സ്വർഗത്തിലാണ്. സ്വർഗത്തിലെല്ലാം ഉണ്ട്. എല്ലാ സുഖങ്ങളും ഒത്തുചേർന്നിട്ടുള്ള, ഒരു പ്രയാസവും ഇല്ലാത്ത, ദുഃഖത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഒരു കലർപ്പ് പോലും ഇല്ലാത്ത സ്ഥലത്തിൻ്റെ പേരാണല്ലോ സ്വർഗം. എന്നാൽ ആ സ്വർഗത്തിൽ പോലും ആദം നബി അലൈഹിസ്സലാമിൻ്റെ പരിപൂർണ സംതൃപ്തി കൈവന്നത് അദ്ദേഹത്തിന് ഒരു ഇണയെ ലഭിച്ചപ്പോഴാണ്. സ്വർഗത്തിൽ പലതുമുണ്ട്, പക്ഷേ അതിലൊക്കെ മനുഷ്യന് ആസ്വാദനങ്ങളുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ആസ്വാദനം പരമകാഷ്ഠ പ്രാപിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ മനസ്സ് അങ്ങേയറ്റം എന്താകുന്നത്, സാറ്റിസ്ഫൈഡ് ആവുന്നത്, ഒരു മനുഷ്യൻ്റെ മനസ്സ് പരിപൂർണമായി അടങ്ങിയിരിക്കുന്നത് അവൻ്റെ കൂടെ ഒരു ഇണയുണ്ടാകുമ്പോഴാണ്. കുറേ ഭക്ഷണം ലഭിച്ചതുകൊണ്ടോ, പഴങ്ങൾ ലഭിച്ചതുകൊണ്ടോ, താമസ സൗകര്യങ്ങൾ ലഭിച്ചതുകൊണ്ടോ ഒന്നും ഒരു മനുഷ്യൻ്റെ മനസ്സ് 100% അടങ്ങുകയില്ല. അതുകൊണ്ട് തന്നെ സ്വർഗലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ മനുഷ്യന് തന്നെ അവൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് ആ ശരീരത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഒരു ഇണയെ തിരഞ്ഞെടുത്തു കൊടുക്കുകയാണ്. അത് അല്ലാഹു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വഹുവല്ലദീ ഖലഖകും വജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. അവനാണ് നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ നിന്ന് ആ ശരീരത്തിൻ്റെ ഇണകളെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. എന്തിനു വേണ്ടി? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവരിലേക്ക് അടങ്ങിയിരിക്കാൻ വേണ്ടി.
നിങ്ങൾ അവരിൽ സമ്പൂർണ്ണ സംതൃപ്തി അടയാൻ വേണ്ടി. ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങോട്ടേക്ക് വരാം. പരിശുദ്ധ ഖുർആനിൽ വേറെയും സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞതായി കാണാം. സൂറത്തുൽ അറാഫ്, അതുപോലെ സൂറത്തുർ റൂം അധ്യായങ്ങളിലൊക്കെയും ഈ ആശയം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ലിയസ്കുന ഇലൈഹ ലിതസ്കുനു ഇലൈഹ, അടങ്ങിയിരിക്കാൻ വേണ്ടി. അവൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന, എത്തിപ്പാടി നോക്കുന്ന, നുണയുന്ന, കൊതിയൂറുന്ന ഒരു അവസ്ഥ അവനുണ്ടാകാൻ പാടില്ല. അതിന് പാകപ്പെട്ടവളായിരിക്കണം അവൻ്റെ ഇണ എന്നാണ് അതിൻ്റെ സൂചന. നമ്മൾ അങ്ങാടിയിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തെരുവുകളിലൂടെ പോകുമ്പോൾ, നല്ല മുന്തിയ ഭക്ഷണം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോൾ, ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ കൂടെ, അല്ലെങ്കിൽ ഒരു കല്യാണ വീടിൻ്റെ മുമ്പിലൂടെ, അവിടെ സുഭിക്ഷമായ ആഹാരത്തിൻ്റെ വാസന പുറത്തേക്ക് അടിക്കുന്നുണ്ട്. നമ്മൾ ആ ഭക്ഷണത്തിലേക്ക് താല്പര്യപ്പെടാതെ, അതിനെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലാവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? ആരായിരുന്നാലും അങ്ങോട്ടേക്കൊന്ന് നോക്കിപ്പോകും. നല്ല ഭക്ഷണമാണല്ലോ, കഴിച്ചാൽ കൊള്ളാമല്ലോ എന്ന് ആരും ചിന്തിക്കും. സ്വാഭാവികമാണ്. എന്നാൽ അത് ചിന്തിക്കാത്ത ഒരുത്തനുണ്ട്. എത്ര മുന്തിയ ഭക്ഷണമാണെങ്കിലും, അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിലും, കുറഞ്ഞ വിലക്ക് കിട്ടുന്നതാണെങ്കിലും, അങ്ങനെ ഒരു ഭക്ഷണം കണ്ടതുപോലും നടിക്കാതെ അതെനിക്ക് ആവശ്യമില്ല എന്ന് ചിന്തിച്ച് അവഗണിച്ചുകൊണ്ട് നേരെ മുന്നോട്ട് പോകുന്ന ഒരുത്തനുണ്ട്. ആരാണ് ഒരുത്തൻ? അവൻ്റെ വീട്ടിൽ ഇതുപോലെയുള്ള ഭക്ഷണം ഇപ്പോൾ നിലവിലുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ മുന്തിയ ഭക്ഷണം ഉണ്ട് എന്ന് അവൻ അറിയാം. അവൻ അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. എനിക്കെൻ്റെ വീട്ടിലെത്തിയാൽ ഇതുപോലെയുള്ള ഫുഡ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, പിന്നെന്തിനാ ഞാനിവിടെ കയറിയിട്ട് നുണയൂറുന്നത്, കൊതിയൂറുന്നത്? ഒരിക്കലും ഇതിൻ്റെ ആവശ്യമില്ല. ലിതസ്കുനു ഇലൈഹ ലിയസ്കുന ഇലൈഹ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കുടിയിരുത്തുന്ന സ്ത്രീ, ആ സ്ത്രീ നമുക്ക് എല്ലാത്തിനും മതിയായവളാവണം. എപ്പോഴാണ് ഒരു സ്ത്രീ നമുക്ക് മതിയായവളാകുന്നത്? അത് നമുക്ക് പറയാം. ഇനി ഇൻ കേസ് നമ്മൾ കൊണ്ടുവന്ന് കുടിയിരുത്തിയിട്ടുള്ള സ്ത്രീ എല്ലാത്തിനും മതിയായവളല്ല എന്ന് വെക്കുക, അങ്ങനെ സംഭവിച്ചു പോയി എങ്കിൽ ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ആ സ്ത്രീ മനസ്സിലാക്കണം, ഞാൻ എൻ്റെ ഭർത്താവിന് തികഞ്ഞവളാവണം, ഞാൻ എൻ്റെ ഭർത്താവിന് മതിയായവളാകണം, ഞാൻ പോരാ എന്ന് എൻ്റെ ഭർത്താവിന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് കാലേക്കുട്ടി മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ഭർത്താവിന് മതിയായവളായ, സ്വന്തം ഭർത്താവിൻ്റെ സമ്പൂർണ്ണ സംതൃപ്തി അടയാനുള്ള കാരണക്കാരിയായി ആ സ്ത്രീ മാറാൻ വേണ്ടി ശ്രമിക്കണം. മറ്റൊരാളിലേക്കും എത്തി നോക്കുന്ന ഒരവസ്ഥ പുരുഷന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരിക്കലും ഒരു വിശ്വാസിനിയായ സ്ത്രീക്ക് ഭൂഷണമല്ല. അത് എത്ര മുന്തിയവനായിരുന്നാലും ശരി, എത്ര സമ്പന്നനായിരുന്നാലും ശരി, എത്ര സുമുഖനായിരുന്നാലും ശരി, എത്ര തറവാട്ടുകാരനായിരുന്നാലും ശരി, അവൻ്റെ അടുത്തേക്ക് നോക്കുന്ന, എത്തിപ്പാടി നോക്കുന്ന ഒരവസ്ഥ ഒരു സ്ത്രീക്കുണ്ടാകാൻ പാടില്ല. അവളെത്ര തറവാട്ടുകാരിയാണെങ്കിലും, അവളെത്ര സുമുഖിയാണെങ്കിലും, എത്ര സമ്പന്നയാണെങ്കിലും അവളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥ അവനും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു കുടുംബജീവിതത്തിനാണ് വിശുദ്ധ ഇസ്ലാം അസ്ഥിവാരമിടുന്നത്. ഇങ്ങനെയുള്ള ഒരു കുടുംബജീവിതം കൊണ്ട് മാത്രമേ ലോകത്ത് സമാധാനവും ശുദ്ധിയും നിലനിൽക്കുകയുള്ളൂ. ലോകത്ത് വികസനവും പുരോഗതിയും നിലനിൽക്കുകയുള്ളൂ. എത്ര വലിയ മുന്തിയവനാണെങ്കിലും അതിനേക്കാളും മുന്തിയ ഒരാളെ സങ്കല്പിക്കാൻ കഴിയില്ല. അത്രയും മുന്തിയ ഒരാൾ മനുഷ്യകുലത്തിൽ അത്ര മുന്തിയ ഒരാൾ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലേ? സംശയമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഒരു കാലാവസ്ഥയിൽ പ്രാപിക്കാൻ കഴിയുമെന്ന് ഒരു പെണ്ണിന് തോന്നിയാൽ ആ പെണ്ണ് ഒഴിവാക്കുമോ? ഒരിക്കലുമില്ല. എന്നാൽ വിശുദ്ധ ഇസ്ലാം വിഭാവന ചെയ്തിട്ടുള്ള
വിശുദ്ധ ഇസ്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ഉദാഹരണം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും രേഖപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് മറ്റാരുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകൾ അസ്മാ ബിൻത്ത് അബീ ബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹ സുബൈർ ഇബ്നുൽ അവ്വാമിൻ്റെ ഭാര്യയാണ്. സുബൈർ ഇബ്നുൽ അവ്വാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെ സഹോദരിയുടെ പുത്രനാണ്, അമ്മായിയുടെ മകൻ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാൾ സുബൈർ ഇബ്നുൽ അവ്വാം. അദ്ദേഹം പാവപ്പെട്ടയാളാണ്. തസവ്വജനി സുബൈർ വലം യകുൻ ലഹു കസീറു മാലിൻ ഇല്ലാ നാളിഹത്തുൻ വഫറസുൻ ലഹു. എന്നെ സുബൈർ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന് കൂടുതൽ സമ്പത്തൊന്നുമില്ലായിരുന്നു. ആകപ്പാടെ കൃഷിക്ക് നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒട്ടകവും അല്ലെങ്കിൽ ഒരു കുതിരയും, അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ഒരു കുതിരയും, വേറൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെ ഒരു കഷ്ണം ഭൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം മുതൽ വിഹിതം ചെയ്തു കൊടുത്ത ഒരു കഷ്ണം ഭൂമിയും അദ്ദേഹത്തിനുണ്ട്. പാവപ്പെട്ടയാളായിരുന്നു. അപ്പോൾ സുബൈറിൻ്റെ കുതിരക്ക് തീറ്റ കൊടുക്കുന്ന ഡ്യൂട്ടി എനിക്കാണ്. എൻ്റെ ഭർത്താവിൻ്റെ കുതിര, അതിന് തീറ്റ കൊടുക്കുന്ന ജോലി എനിക്കാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ കാരക്കയുടെ പഴത്തിൻ്റെ കുരുവാണ്. അപ്പം ഈ കുരു കലക്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം 4-5 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു പ്രദേശത്തേക്ക് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ യാത്ര ചെയ്തു പോകും. സുലുസ ഫർസഖ് എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ വന്നത്. ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ അകലെ പോയിട്ട് കാരക്കയുടെ കുരു പാത്രത്തിൽ അല്ലെങ്കിൽ കവറിൽ കലക്ട് ചെയ്ത് തലയിലേറ്റി കൊണ്ടുവരും. ഇതൊരു പതിവായിരുന്നു. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് പൊടിച്ച് കുതിരക്ക് കൊടുക്കും. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ വരുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും വരുന്നു. റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അസ്മാ ബീവി തലയിൽ ഈ ഭാണ്ഡവും പേറി ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ സ്വന്തം ഭാര്യ ആയിഷയുടെ സഹോദരിയാണ്, എൻ്റെ ആത്മമിത്രമായ അബൂബക്കറിൻ്റെ മകളാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ ഈ വാഹനത്തിൽ കയറാൻ സാധിക്കുമെങ്കിൽ അവൾക്ക് കയറാമെന്ന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വാഹനം സ്റ്റോപ്പ് ചെയ്തിട്ട് കയറാൻ വേണ്ടി സൂചന കൊടുത്തു. കയറാൻ വേണ്ടി സൂചന കൊടുത്തപ്പോൾ അസ്മാ ബീവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇന്ന് പടച്ചവനെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് അസ്മാ പറയാണ്, ذكرت الزبير وغيرته. ذكرت الزبير وغيرته. ഞാൻ സുബൈറിന്റെ രോഷം ആലോചിച്ചു. ഒരു അന്യപുരുഷന്റെ കൂടെ എന്നെ കാണുമ്പോൾ സുബൈറിനുണ്ടാകുന്ന മാനസികാവസ്ഥ എൻ്റെ മനസ്സിലേക്ക് ഉളരി വന്നു. അപ്പോൾ ഞാൻ വല്ലാതെയായി. ഇത് എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്, എൻ്റെ അനുജത്തി ആയിഷയുടെ ഭർത്താവാണ്, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അതിലെല്ലാം ഉപരി സമ്പൂർണ്ണ പാപ സുരക്ഷിതത്വം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ലോകത്തിൻ്റെ പ്രവാചകനാണ്. ഞാൻ ആ വാഹനപ്പുറത്ത് കയറുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് 100% ബോധ്യമുള്ള അസ്മാഇന്റെ മനസ്സ് മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞില്ല. ഇതിലും വലിയ സംഭവം ഉണ്ടോ? ഇതിലും വലിയ സംഭവം ലോകത്തുണ്ടോ? തവക്കറത്തു സുബൈറ വഗൈറതഹു. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുക, ഞാൻ സുബൈറിനെയും സുബൈറിന്റെ രോഷത്തെയും കുറിച്ച് ചിന്തിച്ചു പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് മനസ്സിലായി. ഫസ്തഹയൈതു ഫമളാ. എനിക്ക് ലജ്ജ തോന്നി. ആ വിവരം മുഹമ്മദ് റസൂലുള്ളാഹി അറിഞ്ഞു. അപ്പൊ നേരെ വണ്ടി മുന്നോട്ട് വിട്ടു. ഞാൻ പതുക്കെ നടന്നു ചെന്നിട്ട് സുബൈറിനോട് വിവരം പറഞ്ഞു, ഇന്ന് ഇങ്ങനെ ഉണ്ടായി. ലഖിയനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅനാഖ റാഹിലതഹു വഖാല
നിരിശ്രവാസങ്ങളെ ഇന്ന് വഴിയിൽ കണ്ടുമുട്ടി, വാഹനം നിർത്തി തന്നു, എന്നോട് കയറാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ തദക്കർതു സുബൈറ വഗൈറതഹു, നിങ്ങളെ എനിക്ക് ഓർമ്മ വന്നു, നിങ്ങൾക്ക് ഭാര്യയിലുള്ള താല്പര്യവും എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ ആ വാഹനത്തിൽ കയറിയില്ല. ഈ റിപ്പോർട്ട് അസ്മാ തൻ്റെ ഭർത്താവിന് കൊടുക്കണം. അപ്പൊ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ ആ തലയിൽ ലഹംലുക്കി അന്നവാത അശദ്ദു അലയ്യ മിൻ റുകൂബിക്കി മഅഹു. അതാണ് ഒരു ഭർത്താവ് പറയേണ്ടത്. ഭാര്യയുടെ മാന്യത, ആ മാന്യതയെ കവച്ചു വെക്കുന്ന മാന്യത ഭർത്താവും കാണിക്കണം. അദ്ദേഹം പറഞ്ഞു, നീ ഇത്രയും ഭാരമുള്ള ഈ മാറാപ്പ് തലയിലേക്ക് നടക്കുന്നതായിരുന്നു പ്രവാചകന്റെ കൂടെ വാഹനത്തിൽ കയറി പോരുന്നതിനേക്കാളും എനിക്ക് പ്രയാസം. അപ്പം അതിൻ്റെ ഉള്ളിലൊരു സൂചനയുണ്ട്, രണ്ടും പ്രയാസം തന്നെയാണ്. നിങ്ങൾ പ്രവാചകന്റെ കൂടെ, നിന്റെ ഭർത്താവല്ലാത്ത പ്രവാചകന്റെ കൂടെ നീ വാഹനത്തിൽ കയറലും എനിക്ക് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും പ്രയാസമാണ് നീ ഈ ഭാരവും പേറിയിട്ട് നടന്നു വരൽ എന്ന് ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ തർബിയത്ത് ചെയ്തു കൊണ്ടുവന്ന, അള്ളാഹുവിൻ്റെ ഖുർആൻ പരിശീലിപ്പിച്ചിട്ടുള്ള ഈ സമുദായത്തിലെ ഒന്നാം തലമുറയുടെ ക്വാളിറ്റി ആയിരുന്നു ഇത്. നമ്മുടെ സഹോദരിമാർ ഈ വഴി പിന്തുടർന്നു വന്നാൽ ഈ സമുദായത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഭാര്യമാരെ കുറിച്ച് മാത്രമല്ല, ഭർത്താക്കന്മാരെ കുറിച്ചും സംസാരം മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് നമുക്ക് പറയാം. പിന്നെ ചില പ്രഭാഷകന്മാരൊക്കെ പറയുന്നത് പോലെ ഇത് തൂക്കം ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരം ചിലപ്പോൾ ഞാൻ നടത്തിക്കൊള്ളണമെന്നില്ല. എല്ലാം കുറ്റം മുഴുവൻ ആണുങ്ങളെ പെരടിയിലിട്ട് സ്ത്രീകളെ അനാവശ്യമായിട്ട് കയറ്റിവെച്ച്, സ്ത്രീകളെ അവർ അർഹിക്കാത്ത സ്ഥാനങ്ങളിൽ കയറ്റിവെച്ച് അവർക്ക് ഒരു ആർട്ടിഫിഷ്യൽ സമാധാനം കൊടുക്കാൻ വേണ്ടിയുള്ള ലിബറൽ ശ്രമങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കുകയില്ല. കാരണം അത് വിശ്വാസവഞ്ചനയാണ്. സ്ത്രീകൾക്ക് അവരർഹിക്കുന്ന സ്ഥാനം നൽകണം, പക്ഷെ അവരർഹിക്കാത്ത സ്ഥാനം അവർക്ക് നൽകാൻ പാടില്ല. അത് അവരോട് നമ്മൾ കാണിക്കുന്ന അക്രമമല്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനെയും ഇവിടുത്തെ നിരീശ്വരവാദിയെയും ഇവിടുത്തെ യുക്തിചിന്തകനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇസ്ലാമിനെ വളച്ചു പറഞ്ഞാൽ അത് ഈ സമുദായത്തിനോട് നമ്മൾ കാണിക്കുന്ന വഞ്ചനയാണ്. ഇസ്ലാമിനെ ഉള്ളതുപോലെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഞാൻ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ, സ്ത്രീകളുടെ പ്ലസും മൈനസും പറയുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഏതെങ്കിലും കാട്ടുമുക്കിൽ താമസിക്കുന്ന അന്യഗ്രഹ ജീവിയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ സ്ത്രീയെക്കുറിച്ച് പ്ലസ് പറയുമ്പോഴും എൻ്റെ ഉമ്മയെക്കുറിച്ച്, മൈനസ് പറയുമ്പോഴും എൻ്റെ ഉമ്മയെക്കുറിച്ചാണ്. എൻ്റെ ഉമ്മ ഒരു സ്ത്രീയാണ്. ഞാൻ എൻ്റെ സഹോദരിമാരെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ പൊന്നുപോലെ താലോലിച്ചു വളർത്തുന്ന എൻ്റെ പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. എനിക്കിത് യാതൊരു ചമ്മലുമില്ല. അവർ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ആണുങ്ങളെക്കാളും മേലെയാണ്, അല്ല നിങ്ങൾ ആണുങ്ങളെ പോലെ എല്ലാ വിഷയത്തിലും തുല്യരാണ് എന്ന് പറഞ്ഞ് അവരെ പിരിമ കയറ്റി വിട്ടിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നാട് നന്നാകാൻ പോകുന്നില്ല. നമ്മൾ വഞ്ചനയും നടത്തി, രണ്ട് കുറ്റ. അപ്പം അതുകൊണ്ട് സംസാരത്തിൽ ഉള്ളത് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലിതസ്കുന ഇലൈഹാ ലിതസ്കുനു ഇലൈഹാ ലിയസ്കുന ഇലൈഹാ, പുരുഷൻ സ്ത്രീയിലേക്ക് അടങ്ങണം, അങ്ങനെ പറഞ്ഞു. പുരുഷനെ കുറിച്ച് പറഞ്ഞു, അവൻ അവളിലേക്ക് സംതൃപ്തിയായി അടങ്ങിക്കൊള്ളണം. അവൻ്റെ മനസ്സ് എവിടേക്കും തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവനെയാണ് ഫോക്കസ് ചെയ്തത്. അല്ല അപ്പം അവൾക്കൊന്നുമില്ലേ, അവൾക്ക് ഈ ശാരീരിക ആവശ്യങ്ങളൊന്നുമില്ലേ? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അവൾക്കുണ്ട് ആവശ്യങ്ങൾ, യാതൊരു സംശയവുമില്ല. പക്ഷേ അവൻ്റെ ആവശ്യത്തെ ഒരു പണത്തൂക്കം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് അവൻ വെളിയിലുള്ളവനാണ്, അവൻ പുറത്ത് കിടക്കുന്നവനാണ്. അവൻ നേരം വെളുത്ത് വൈകുന്നേരമാകുന്നവരെ പുറത്താണ്. പുറം ലോകത്ത് അവൻ കണ്ടുമുട്ടുന്നത് വെറും സ്വാലിഹാത്തുകളായ വിശ്വാസിനികളായ മുഅ്മിനീങ്ങളെ മാത്രമല്ല. പുറം ലോകത്ത് അവൻ കണ്ടുമുട്ടുന്നത് എല്ലാവിധ അസാൻമാർഗിക പ്രവണതകളും അതിൻ്റെ അരങ്ങ് തകർക്കുന്ന ലോകത്താണ് അവൻ ജീവിക്കുന്നത്. അവന് അങ്ങനെ പുറം ലോകത്ത് ഇടപെടാതിരിക്കാൻ സാധിക്കുകയില്ല. അവന് ജോലി സ്ഥലത്ത് പോകണം, വിദ്യാലയത്തിൽ പോകണം,
ഹോസ്പിറ്റലുകളിൽ പോകണം, ഷോപ്പുകളിൽ പോകണം, ജനസേവന പ്രവർത്തനങ്ങളിലെ ചുക്കാൻ പിടിക്കണം. അവിടെയൊക്കെ അവൻ്റെ കണ്ണുകൾ അവൻ അറിയാതെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലേക്കും മിന്നി മറഞ്ഞുകൊണ്ടിരിക്കും. ഈ കണ്ണുകൾക്ക് സമാധാനം അടയേണ്ടത് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. എന്നാൽ അവളുടെ പ്രകൃതിയോ, അവൾ വീട്ടിലാണ്, അവളുടെ കേന്ദ്രം വീടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചു. അവസാനത്തെ പ്രഭാഷണത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പ്രവാചകത്വ ദൗത്യം പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹിജ്റയുടെ 10ാമത്തെ വർഷം മുഹമ്മദ് റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദായിൽ പ്രഭാഷണം നടത്തുമ്പോൾ ലോകത്തെ പിടിച്ചു കുലുക്കിയ ആ പ്രഭാഷണത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ള പാരഗ്രാഫുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ്, അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളെ നിങ്ങൾ മാന്യമായി പരിരക്ഷിക്കണം, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ഗൗരവമുള്ളവരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. ഇന്നമാഹുന്ന അവാനിൻ ഇൻദകും, അവർ നിങ്ങളുടെ തടവറയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. സ്ത്രീകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അവസാനത്തെ പ്രഭാഷണത്തിലെ ഒരു വരിയാണ് ഇത്. ഇന്നമാഹുന്ന അവാനിൻ ഇൻദകും, അവർ നിങ്ങളുടെ അടുക്കൽ തടയപ്പെട്ടവരാണ്. സ്വന്തം പിതാവിനെ കാണാൻ അവർക്ക് പോകണമെങ്കിൽ നിങ്ങളെ സമ്മതം വേണം. സ്വന്തം ഉമ്മ രോഗിയായി കിടക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഇറങ്ങി പോകണമെങ്കിൽ നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണം. പള്ളിയിലേക്ക് പോകണമെങ്കിൽ നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണം. മറ്റെന്തെങ്കിലും കുടുംബ സന്ദർശനത്തിന് പോകണമെങ്കിൽ നിന്റെ സമ്മതം വേണം. പോകരുത് എന്ന് നീ പറഞ്ഞാൽ പോകാൻ അവൾക്ക് പാടില്ല. അതെന്നല്ല, അതിലും വലിയൊരു കാരാഗ്രഹം വേറെ എന്താ ഉള്ളത്? ഇങ്ങനെയുള്ള ഒരു കാരാഗ്രഹത്തിൽ നിന്റെ കസ്റ്റഡിയിൽ അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഈ പെണ്ണിനെ. അവളുടെ ഉപ്പ അവളെ പോറ്റി വളർത്തിയിരുന്ന ഒരു രീതിയുണ്ട് അവളുടെ വീട്ടിൽ. അവൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവളുടെ പിതാവിൻ്റെ ചുമലിൽ കയറി കളിച്ചവളാണ് അവർ. അവളുടെ പിതാവിൻ്റെ മടിയിൽ മൂത്രമൊഴിച്ചവളാണ് അവൾ. അവളുടെ മാതാവിൻ്റെ കൂടെ കൊഞ്ചിക്കൊഴഞ്ഞ് നടന്നിട്ടുള്ളവളാണ് അവൾ. സ്വന്തം വീട്ടിൽ അവർക്ക് യാതൊരു പ്രയാസവുമില്ലായിരുന്നു. പട്ടിണി ഉണ്ടെങ്കിലും പട്ടിണിയില്ലാത്തതുപോലെ അവൾ ജീവിച്ചു. എന്തൊരു സ്വാതന്ത്ര്യമുള്ള വീട്ടിൽ നിന്നാണ് അവൾ ഇറങ്ങി വരുന്നത്. അവളുടെ മാതാപിതാക്കളുടെ തണലിൽ അവൾ അപ്രകാരമായിരുന്നോ ജീവിച്ചത്? അപ്രകാരം നിനക്ക് അവളെ കൊണ്ട് നടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ബന്ധം പിരിച്ചുവിടുകയാണ് നല്ലത്. ശരിയാണ്, നീ ഭർത്താവാണ്, നിനക്ക് അധികാരമുണ്ട്. പക്ഷേ ആ കുട്ടി ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും തണലിൽ ജീവിച്ചു വളർന്നവളാണ്. അവളുടെ മാനസികാവസ്ഥയിൽ ഒരു സംരക്ഷണ ചുമതലയുള്ള പിതാവും മാതാവും ഉണ്ടായിരുന്നു. അവരുടെ സംരക്ഷണത്തിൽ നിന്ന് നിന്റെ സംരക്ഷണത്തിലേക്ക് അള്ളാഹു കൈമാറിയത് നിനക്ക് തോന്നിയതുപോലെ കളിക്കാൻ വേണ്ടിയല്ല. ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് അവൾക്ക് ലഭിച്ചിരുന്ന സ്നേഹവും ആർദ്രതയും കൈമാറാൻ കൂടി വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കയ്യിലേക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം. അവിടെ സ്ത്രീകളെ പറഞ്ഞത്, മറ്റോടത്ത് പുരുഷന്മാരെ പറഞ്ഞത്. ലിതസ്കുനു ഇലൈഹ, നിങ്ങളുടെ മനസ്സിൻ്റെ അടക്കം കിട്ടണമെങ്കിൽ അത് പെണ്ണുങ്ങളാണ്. വേറെ പെണ്ണുങ്ങളെ നോക്കാൻ പറ്റില്ല. അപ്പുറത്തുപ്പുറത്തും തലയിട്ട് നോക്കാൻ പാടില്ല. നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നോക്കേണ്ടാത്ത ഒരു പരുവത്തിൽ വീട്ടിലുള്ള പെണ്ണ് ആയിരിക്കണം. അത് അള്ളാഹു അവളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. നിന്റെ ഭർത്താവിൻ്റെ കണ്ണുകളെ സംരക്ഷിക്കേണ്ടവൾ നീയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, അദ്ദേഹത്തെ കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളെ കൂട്ടത്തിൽ മഹർ കൊടുത്ത് കല്യാണം കഴിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊള്ളണം. എന്നിട്ടെന്താ പ്രവാചകൻ പറഞ്ഞത്? ഒരു പെണ്ണിൻ്റെ ചെലവ് ഇങ്ങനെ കൊടുത്ത് ഓളെ ജീവിതം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് അതല്ല പറഞ്ഞത്. അവളെ ജീവിതം ഏറ്റെടുക്കലുണ്ട്, അവളുടെ സംരക്ഷണം നിർവഹിക്കലുണ്ട്, അതൊക്കെ വിവാഹത്തിൻ്റെ പരിധിയിൽ വരുന്നു. എന്നാൽ അവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവൻ്റെ അവകാശമാണ്. അവളുടെ അവകാശമുണ്ട്, എന്നാൽ അവൻ്റെ അവകാശം, അവന് അനിവാര്യമായിട്ടും ലഭിച്ചിരിക്കേണ്ട അവകാശം, അവനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട അവകാശം. എന്താണ് ആ അവകാശം? ഫഇന്നഹു അഗള്ളു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജി. വിവാഹം കഴിച്ചാൽ കിട്ടാൻ പോകുന്ന നേട്ടം പ്രവാചകൻ പറയാണ്. എന്താ നേട്ടം? അഗള്ളു ലിൽ ബസർ,
അഗള്ളുലിൽ ബസർ. അങ്ങനെ ഒരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ മറ്റൊരു സ്ഥലത്തേക്കും പോകില്ല. ഈ സ്ത്രീയല്ലാത്ത മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ട ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വരില്ല. നിങ്ങളുടെ രഹസ്യ അവയവങ്ങൾ ഏറ്റവും സുരക്ഷിതമായിരിക്കും. അതാണ് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ലൈംഗിക അവയവങ്ങൾക്ക് സുരക്ഷിതത്വമില്ലെങ്കിൽ, രണ്ട് കണ്ണുകൾക്ക് സുരക്ഷിതത്വമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വിവാഹം ഫലശൂന്യമാണ്. വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വിവാഹം ഇസ്ലാം താല്പര്യപ്പെടുന്നില്ല. അവൻ്റെ കണ്ണുകൾ അടങ്ങിയിരിക്കണം. ഒരു സ്ഥലത്തേക്ക് നോക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാകാൻ പാടില്ല. കാരണം എല്ലാത്തിലും മുന്തിയത് എൻ്റെ വീട്ടിലുണ്ട് എന്ന് അവൻ ഫീൽ ചെയ്യണം. അവന് ഫീൽ ചെയ്യണം. വെറുതെ പറഞ്ഞാൽ പോരാ, അത് ഫീൽ ചെയ്യിപ്പിക്കേണ്ടത് അവളുടെ ദൗത്യമാണ്. ആ ദൗത്യം അവൾ നിർവഹിക്കേണ്ടതുണ്ട്. ആ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പകരമായിട്ടാണ് ഹജ്ജത്തുൽ വദായിൽ പുരുഷന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുന്നത് ഇത്തഖുല്ലാഹ ഫിന്നിസാ. പെണ്ണുങ്ങൾ ആരായിരിക്കണമെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ പെണ്ണുങ്ങളെ വിഷയത്തിൽ 100% ജാഗരൂകരായിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ത്രീകളെ ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്, ഞാൻ വിഭാവന ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ അവരെ ഞാൻ വളർത്തിയിട്ടുണ്ട്. ഇനി അവരെ കരുതലോട് കൂടെ കൊണ്ട് നടക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഇത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങൾ അവരുടെ സ്വകാര്യ അവയവങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുള്ളത് വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ. അല്ലാഹുവിന്റെ വാക്ക് കൊണ്ടാണ് ഹറാമായ ഒരു അവയവം നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുള്ളത്. അതിന്റെ പകരം നിങ്ങൾ തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ ആണുങ്ങളോട് പറയേണ്ടത് ആണുങ്ങളോടും, പെണ്ണുങ്ങളോട് പറയേണ്ടത് പെണ്ണുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഓരോ കോണ്ടാക്സ്റ്റിൽ ഓരോന്നാ പറയാ. ചിലപ്പോൾ ആണുങ്ങളോട് ഗൗരവപ്പെടുത്തി പറയേണ്ടത് അതങ്ങനെ പറയും. അത് പുരുഷന്മാരെ തരം താഴ്ത്തലല്ല. സ്ത്രീകളെ മുഖത്ത് നോക്കി പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. അതിലാരും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതിലാരും ഇസ്ലാമിനെ വെറുത്തത് കൊണ്ട് കാര്യമില്ല. ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. ഇസ്ലാം വഞ്ചനയുടെ മതമല്ല. ഇസ്ലാം ഉള്ളതുപോലെ പഠിപ്പിച്ച് ഒരു സമുദായത്തെ മാർഗദർശനം ചെയ്യുന്ന പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉരീതുന്നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകം കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ നരകം കണ്ടു. പ്രവാചകന്മാരുടെ സ്വപ്നം സാധാരണ സ്വപ്നം അല്ല, അത് വഹീന്റെ സ്ഥാനത്ത് ആണ്. ഉരീതുന്നാർ ഫഇദാ അക്സറു അഹ്ലിഹൻ നിസാ. അപ്പോൾ ആ നരകത്തിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ സ്ത്രീകളാണ്. അത് പറയുമ്പോൾ നമ്മൾ അവഗണിച്ചു എന്ന് പറയേണ്ടതില്ല. ഓരോരുത്തരെ കുറിച്ചും പറയേണ്ടത് ഓരോ കോണ്ടക്സ്റ്റിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അക്സറു അഹ്ലിഹൻ നിസാ യക്ഫുർന. അവർ കാഫിരീങ്ങളായി പോകുന്നു പ്രവാചകൻ പറഞ്ഞു. അപ്പൊ സഹാബി വനിതകൾ ചോദിച്ചു, യക്ഫുർന ബില്ലാഹി വറസൂലിഹി, നബിയെ, അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനിലും അവർ അവിശ്വസിച്ചു കളഞ്ഞോ? പച്ച കാഫിറാണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യക്ഫുർനൽ അശീറ വയക്ഫുർനൽ ഇഹ്സാൻ. ഞാൻ പറയുന്ന കുഫർ അള്ളാഹുവിനെ നിഷേധിക്കുന്ന കുഫർ അല്ല. യക്ഫുർനൽ അശീർ, ഭർത്താവിനെ നിഷേധിക്കുന്ന കുഫറാണ്. യക്ഫുർനൽ ഇഹ്സാൻ, ഭർത്താവ് നൽകിയിട്ടുള്ള, ഭർത്താവ് അനുഗ്രഹിച്ചിട്ടുള്ള, ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്കെതിരിലുള്ള കുഫറാണ്. തുഹ്സിനു യുഹ്സിനു അഹദുകുന്ന ഇലൈഹിന്ന അദ്ദഹ്റ ثم إذا رأت منك شيئا قالت ما رأيت منك خيرا قط. പെണ്ണ് പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളിൽ ഒരുത്തൻ
ഒരു സ്ത്രീക്ക് ജീവിതകാലം മുഴുവനും ഗുണം ചെയ്തു കൊടുത്താൽ, അവളെ സംരക്ഷണം ഏറ്റെടുത്തു, അവൾക്ക് വീട് വെച്ചു കൊടുത്തു, വസ്ത്രം വാങ്ങിക്കൊടുത്തു, ഭക്ഷണം കൊടുത്തു, സെക്യൂരിറ്റി കൊടുത്തു, എല്ലാം കൊടുത്തു ജീവിതകാലത്തിലുടനീളം അവസാനം നിന്റെ ഭാഗത്ത് നിന്ന് ഒരു മൈനസ് പോയിന്റ് കണ്ടാൽ, പിന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് വേണ്ടാത്ത എന്തെങ്കിലും ഒന്ന് മനുഷ്യനല്ലേ കണ്ടുപോയാൽ അവൾ പറയും, കാലത്ത് അവൾ പറയും, എന്തു പറയും? ഇങ്ങളടുക്കുന്ന ഈ കാലം വരെ എനിക്ക് ഒരു ഖൈറും കിട്ടിയിട്ടില്ല. ഇത് സ്ത്രീ പറയും എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വക സ്ത്രീകളാണ് നരകത്തിൽ ഭൂരിപക്ഷം. അതെന്തിനാ പറയുന്നത്? അങ്ങനെ നിങ്ങളാകാൻ പാടില്ല. സ്ത്രീകൾ പല ഗുണങ്ങളും ഉള്ളവരാണെങ്കിലും പല പോരായ്മകളും ഉള്ളവരാണ്. ശാരീരിക പോരായ്മകളുണ്ട്. പോരായ്മ എന്ന് പറയുന്നത് അത് റിലേറ്റീവ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം പോരായ്മയല്ല. ഒരു പുരുഷനിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് പോരായ്മയാണ്. അവൾ മാനസികമായി പോരായ്മയുള്ളവളാണ്. അവളെ സംബന്ധിച്ച് പോരായ്മയില്ല. അവൾ പെർഫെക്റ്റ് ആണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളൊക്കെ പെർഫെക്റ്റാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിലും ന്യൂനതയില്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസർ കറതൈൻ യൻഖലിബു ഇലൈക്കൽ ബസർ ഖാസിഅൻ വഹുവ ഹസീർ. നീ ലോകത്തേക്ക് എവിടേക്കും കണ്ണെറിഞ്ഞു നോക്കിയാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ, അള്ളാഹുവിൻ്റെ നിർമ്മിതിയിൽ എവിടെയും ഒരു പോരായ്മ കാണാൻ കഴിയില്ല. പെണ്ണായാലും ആണായാലും മനുഷ്യനായാലും കഴുതയായാലും കുരങ്ങനായാലും അള്ളാഹു സൃഷ്ടിച്ചത് മുഴുവൻ പെർഫെക്റ്റാണ്. പക്ഷേ ഒന്ന് മറ്റൊന്നിലേക്ക് ചേർത്തി പറയുമ്പോൾ അവിടെ പോരായ്മ ഉണ്ടാകും. സ്ത്രീയെ പുരുഷനിലേക്ക് ചേർത്തി പറയുമ്പോൾ അവിടെ പോരായ്മ ഉണ്ടാകും. പുരുഷൻ പെട്ടെന്ന് കോപ്പാകുലനാവുകയില്ല, സ്ത്രീ പെട്ടെന്ന് കോപ്പാകുലയാകും. അവൾ വികാരത്തിന് പെട്ടെന്ന് അടിമപ്പെട്ടു പോകും, പുരുഷൻ വികാരത്തിന് പെട്ടെന്ന് അടിമപ്പെടുകയില്ല. ലഭിച്ചിട്ടുള്ള ഇക്കാലം വരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഒറ്റയടിക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്ന് പറയാനുള്ള തൊലിക്കട്ടി സാധാരണഗതിയിൽ ഒരു പുരുഷൻ കാണിക്കുകയില്ല. എന്നാൽ സ്ത്രീകൾ അത് കാണിക്കും. വിവേകം കുറവാണ് പുരുഷനിലേക്ക് ചേർത്തി നോക്കിയിട്ട്. അതുകൊണ്ട് തന്നെ അതിനെ കവച്ചു വെക്കാനുള്ള സ്വഭാവശുദ്ധിയും ആത്മസംസ്കരണവും അവൾ ആർജിക്കേണ്ടതുണ്ട്. ശാരീരികമായിട്ടും അങ്ങനെ തന്നെ. ശാരീരികമായിട്ട് പുരുഷൻ്റെ ആരോഗ്യം സ്ത്രീക്ക് ഇല്ല എന്നതിൽ ഒരു സംശയവുമില്ല. കായിക മേഖലയിൽ പുരുഷനോളം എത്താൻ ഒരു സ്ത്രീക്കും കഴിയില്ല. അതിൽ അപവാദം തന്നെ ഇല്ല. പുരുഷവർഗത്തെ കവച്ചു വെക്കാൻ ഒരു സ്ത്രീക്കും കഴിയില്ല. അവളുടെ ശാരീരിക ഘടന തന്നെ അങ്ങനെയാണ്. മാനസിക തലത്തിൽ പോലും പല പണ്ഡിറ്റുകളും സ്ത്രീകളിൽ ഉണ്ടാകാം. പക്ഷേ ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ നോക്ക്, സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ലോകത്തെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ എൻ്റെ അറിവിലില്ല. ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ ആണുങ്ങളല്ലാതെ പെണ്ണുങ്ങൾ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ ശാസ്ത്രലോകം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനമാണോ? അത് ഭൗതികവാദികളല്ലേ ആ മേഖലയിൽ അധികവും ഉള്ളത്. അവരുടെ ലോകത്ത് നിന്ന് പോലും പെണ്ണായ ഒരു ശാസ്ത്രകാരി വന്നതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെങ്കിലായി. ഇനി ഇസ്ലാമിലേക്ക് നിങ്ങൾ വരൂ. ഇസ്ലാമിക പാണ്ഡിത്യ രംഗത്ത് ആണും പെണ്ണും വ്യത്യാസമില്ല. ആർക്കും മുജ്തഹിദിൻ്റെ റോളിലേക്ക് വരാം. ഇജ്തിഹാദ്, നിങ്ങൾക്കറിയാം ഇജ്തിഹാദ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മുജ്തഹിദാണ്. ഇമാം അബൂ ഹനീഫ മുജ്തഹിദാണ്. മുജ്തഹിദ് ആവാൻ ഒരുപാട് യോഗ്യതകൾ വേണ്ടതുണ്ട്. പക്ഷേ ലോകത്ത് ഒരു പണ്ഡിതനും മുജ്തഹിദിൻ്റെ യോഗ്യതയിൽ പുരുഷനായിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ മനപ്പാഠം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷ നല്ലോണം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസ് മനപ്പാഠം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുരുഷൻ ആയിരിക്കണം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിബന്ധന ഇസ്ലാമിലില്ല. കയറൂരി വിട്ടതാണ്. 2 വാതിൽ പൊളികളും മലർക്കെ തുറന്നു വെച്ചതാണ്. ഈ കവാടത്തിനുള്ളിലൂടെ അബൂബക്കറിന് വരാം, അബൂബക്കറിന്റെ മകൾ ആയിഷക്ക് വരാം, അസ്മാഇന് വരാം, ഉമ്മു സലമക്ക് വരാം, ഉമ്മു സുലൈമിന് വരാം. ഷാഫിക്കും അബൂ ഹനീഫക്കും മാത്രമുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട 100 കണക്കിന് മുജ്തഹിദുകളിൽ എത്ര പെണ്ണുങ്ങളുണ്ട്? ആരാണ് ഇവരെ ബ്ലോക്ക് ചെയ്തു വെച്ചത്? നമ്മളാരും ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടില്ല. അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ എണ്ണി നോക്കിയാൽ വിരലിലെണ്ണാവുന്ന മുജ്തഹിദുകൾ പോലുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള 1, 2, 3 ആളുകൾ കഴിഞ്ഞാൽ സ്ത്രീകളിൽ മുജ്തഹിദുകളില്ല.
പാട്ട് പാടാൻ അറിയുന്നവരുണ്ട്, ആളുകൾ ആകർഷിപ്പിച്ച് ഡാൻസ് ചെയ്യാൻ അറിയുന്നവരുണ്ട്, ക്യാപ്പറ ഡാൻസ് ചെയ്യാൻ അറിയുന്നവരുണ്ട്, നഗ്നത പ്രദർശിപ്പിക്കാൻ അറിയുന്നവരുണ്ട്. ഇജ്തിഹാദിന്റെ വാതിലിലേക്ക് അവർക്ക് എത്തി നോക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പുരുഷന്മാരിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മുജ്തഹിദുകൾ ഈ സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരും ആരെയും കൂച്ചുവിലങ്ങിട്ടിട്ടില്ല. മാനസിക ലെവൽ അങ്ങനെയാണ്. അത് നമ്മൾ വകവെച്ചു കൊടുത്തേ തീരൂ, അത് നമ്മൾ സമ്മതിച്ചേ തീരൂ. ഇത് ആരെയും കുറച്ച് കാണിക്കൽ അല്ല. ഇവിടെ സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകളും ലിബറലിസ്റ്റുകളും വരെ ഇസ്ലാമിനെ പരിഹസിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെയൊക്കെ പോളിറ്റ് ബ്യൂറോകളിലും ഇവരുടെയൊക്കെ പരമോന്നത സഭകളിലും എത്ര സ്ത്രീകൾക്ക് അവർ അവസരം കൊടുക്കുന്നുണ്ട്? വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് അവർ അവസരം കൊടുക്കുന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം, ഇതൊക്കെ ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പർ മാത്രമാണ്. തപ്പി നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിൽ പോലും അത് കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് സ്ത്രീയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ലെവൽ അതാണ്. ആ ലെവലിൽ അവൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവളുടെ പൂർത്തീകരണം ഭർത്താവ് നടത്തുകയും ഭർത്താവിൻ്റെ പൂർത്തീകരണം അവൾ നടത്തുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഞാൻ അവൾ അല്ലെങ്കിൽ അവൾ ഞാൻ എന്ന് പറയുന്ന വേർതിരിവല്ല ഇസ്ലാം ആവശ്യപ്പെടുന്നത്. പരസ്പരം പൂരകങ്ങളായിട്ടുള്ള രണ്ട് ജോഡികളാണ്, ഇണകളാണ്. സൗജ് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. സൗജ എന്ന പ്രയോഗം സത്യത്തിൽ ഭാഷയിലില്ല. അത് പിന്നെ ഗത്യന്തരല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. സൗജ് അറബിയിൽ പുല്ലിംഗമായിട്ടും സ്ത്രീലിംഗമായിട്ടും ഉപയോഗിക്കുന്ന പദമാണ് സൗജ്. എന്താ സൗജിന് മലയാളം പറയാം? ഇണ. നേരെ ഇണ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇരട്ട എന്ന് പറയാം, ജോഡി എന്ന് പറയാം. എന്നാൽ ഭാര്യ, ഭർത്താവ്, ഈ സങ്കല്പം തന്നെ ഇസ്ലാമിലില്ല. ഇതൊക്കെ മലയാളമാണ്. ഇസ്ലാമിൻ്റെ സങ്കല്പം സൗജ്. അത് പെണ്ണിനും പറയും ആണിനും പറയും. സുബ്ഹാനല്ലാഹ്, ഇത്രയും തുല്യമായ രീതിയിലാണ് രണ്ട് കൂട്ടരെയും വിശുദ്ധ ഇസ്ലാം കാണുന്നത്. എന്നിട്ടും ചില അത്യന്താപേക്ഷിതമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള പോരായ്മകളെ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് വരുന്നത്, ഒരു അപകർഷത വരുന്നത് ഈമാനിൻ്റെ കുറവാണ്. ലിബറൽ മനസ്സുകൾ നമ്മെ കീഴടക്കിയതിൻ്റെ അടയാളമാണ്. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇസ്ലാമിക ശരീഅത്തിന് മുമ്പ് പോലും ജൂതന്മാരുടെ പ്രവാചകൻ എന്ന് അവർ പറയുന്ന മൂസ അലൈഹിസ്സലാം, സിയോണിസ്റ്റുകൾ, ഇവിടുത്തെ ഓറിയന്റലിസ്റ്റുകൾ, ഇവിടുത്തെ ലിബറലിസ്റ്റുകൾക്ക് മുഴുവനും മാതൃകയായിട്ടുള്ള മൊസാദിൻ്റെ ആളുകൾ, അവരുടെ പ്രവാചകനായിരുന്നുവല്ലോ മൂസ നബി അലൈഹിസ്സലാം. അവർ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ ചരിത്രം വിശുദ്ധ വേദഗ്രന്ഥം എഴുതി വച്ചിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് ഫറോവയുടെ പീഡനം സഹിക്കവയ്യാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കോപ്റ്റിക് വർഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി, ഇസ്രായേലിയരെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ വിരുദ്ധനായ ഒരു അക്രമിയെ ബ്ലോക്ക് ചെയ്ത് മാറ്റിയ സംഭവം ഖുർആൻ പറയുന്നുണ്ട്. തെരുവിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ സമുദായക്കാരനായ ഒരാളെ ഫറോവയുടെ നാട്ടുകാരനായ ഈജിപ്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യനെ മൂസാ നബി അലൈഹിസ്സലാം കൈകൊണ്ട് മെല്ലെ ഒന്ന് മാറ്റി. എൻ്റെ ചോരയിൽപ്പെട്ട ഒരാൾ ആക്രമിക്കുമ്പോൾ ഞാൻ തടയൂലേ, അങ്ങനെ മെല്ലെ ഒന്ന് തടുത്തു. മൂസാ നബി ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനാണ്, നല്ല യുവാവാണ്. പതുക്കെ കൈകൊണ്ട് നെഞ്ചത്ത് കൈവച്ചപ്പോൾ അയാൾ മലർന്നു വീണു, അയാൾ മരിച്ചുപോയി. ഈ വിവരം ഫറോവയുടെ ദർബാറിൽ അറിഞ്ഞു. ഉടനെ തന്നെ അവിടെ ഗൂഢാലോചനയാണ്. മൂസനെ അല്ലെങ്കിൽ തന്നെ നമ്മൾ കൊല്ലാതെ വിട്ടതാ. എല്ലാ ആൺകുട്ടികളെയും കഴുത്ത് ഞെരിച്ച് കൊന്നപ്പോൾ മൂസയെ നമ്മൾ കൊന്നിട്ടില്ല. അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കളിച്ച് എൻ്റെ അനുയായികളിൽപ്പെട്ട ഒരുത്തനെ മൂസ കശാപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മൂസയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരണം എന്ന് കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. മൂസാ നബി ആ സമയത്ത് തെരുവിലാണ്. ഉടനെ തന്നെ അദ്ദേഹത്തിന് വിവരം കിട്ടുന്നു. മൂസാ നബിയോട് പറയുന്നു, കൊട്ടാരത്തിൽ നിങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്, അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് പോകേണ്ടതില്ല, വേഗം തടിയെടുത്തോ. മൂസാ നബി നിപ്പിന്ന് ഒറ്റ നടത്താ തിരിഞ്ഞിട്ട്, ഒരു തോർത്തും മുണ്ടും കൂടി കയ്യിലില്ല.
നമ്മളാണെങ്കിൽ ബോംബെക്കോ ഡൽഹിക്കോ പോകുമ്പോൾ ചെറിയൊരു ഹാൻഡ് ബാഗിൽ ഒരു തോർത്തുമുണ്ടും ഒരു ബ്രഷും ഒരു സോപ്പും ഒക്കെ കയ്യിൽ പിടിക്കും. മൂസാ നബിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. നേരെ നടക്കുകയാണ്. കാരണം തൻ്റെ തലയെടുക്കാനുള്ള തീരുമാനം ദർബാറിൽ നിന്ന് വന്നിട്ടുണ്ട്. പോയി ആയിരക്കണക്കിന് കിലോമീറ്റർ മരുഭൂമിയിലൂടെ താണ്ടിപ്പോകുന്നു. കയ്യിലൊരു വാട്ടർ ബോട്ടിലില്ല, ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. എത്തിപ്പെടുന്നത് മദിയൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. മദിയൻ, ആ സംഭവം സൂറത്തുൽ ഖസസിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നു. വലമ്മാ വറദ മാ മദിയന വജദ അലൈഹി ഉമ്മതം മിനൻ നാസി യസ്ഖൂൻ. മദിയനിലെ മരുഭൂമിയിലൂടെ മൂസാ അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ അവിടെ ഒരു ജലാശയത്തിൻ്റെ അടുക്കൽ കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ കൈവശമുള്ള ആട്ടിൻപറ്റങ്ങൾക്കും ഒട്ടകക്കൂട്ടങ്ങൾക്കും കുതിരക്കൂട്ടങ്ങൾക്കും വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കുറേ പുരുഷന്മാർ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വജദ മിൻ ദൂനിഹിം ഉംറഅത്താനി തദൂദാൻ. തൊട്ടപ്പുറത്ത് 2 പെൺകുട്ടികളുണ്ട്. പുരുഷന്മാർ ഇവിടെയുണ്ട്, തൊട്ടപ്പുറത്ത് 2 പെൺകുട്ടികൾ. അപ്പൊ മൂസാ നബി ചോദിച്ചു, മൂസാ നബി മുഹമ്മദ് നബിയുടെ ശരീഅത്തിന്റെ ആളല്ല, ജൂതന്മാരുടെ നേതാവ് എന്ന് അവർ പറയുന്ന, സിയോണിസ്റ്റുകൾ പൊക്കിപ്പിടിക്കുന്ന, ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന നിങ്ങളുടെ നേതാവിൻ്റെ ചരിത്രം ഞങ്ങളെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 പെൺകുട്ടികളെ കണ്ടപ്പോൾ മൂസാ നബി ചോദിച്ചു, ഖാല മാ ഖത്ബുകുമാ, നിങ്ങൾ എന്തിനാ അവിടെ വന്നത്? വെളിയിൽ വന്ന് പണിയെടുക്കേണ്ടതും ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കേണ്ടതും അവർക്ക് വെള്ളം കൊടുക്കേണ്ടതും ആണുങ്ങളെ പണിയല്ലേ? അതിനുള്ള കായിക ബലവും മനക്കരുത്തും അവർക്കാണ്. നിങ്ങൾ വീട്ടിൽ നിൽക്കേണ്ടവരല്ലേ? ഖാല മാ ഖത്ബുകുമാ, നിങ്ങളെങ്ങനെ ഇവിടെ കണ്ടു? മൂസാ നബി ആ കുട്ടികളോട് ചോദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ. അപ്പോൾ അവർ പറഞ്ഞു, അവർ പറഞ്ഞേ, എന്താ ഞങ്ങൾക്കും ആണുങ്ങളെ പോലെ തന്നെ അല്ലേ? നിങ്ങളെന്താ ഒരു സ്ത്രീകൾ അവഗണിക്കുന്ന ആളാണോ എന്നല്ല ചോദിച്ചത്. നല്ല കുട്ടികളായിരുന്നു. വീട്ടിൽ പിതാവ് തർബിയത്ത് കൊടുത്ത കുട്ടികളാണ്. ആ പിതാവ് ആരാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പരിഭാഷകന്മാരും അതുപോലെ വ്യാഖ്യാതാക്കളുമൊക്കെ ഷുഐബ് നബിയാണ് എന്ന് പറയുന്നു. ചരിത്രത്തിൽ കൃത്യമായ രേഖകളില്ല. ആരായിരുന്നാലും ശരി, ആ കുട്ടികളുടെ പിതാവ് ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. ആ പിതാവിൻ്റെ ട്രെയിനിങ്ങിൽ വളർന്ന കുട്ടികളാണ്. അതുകൊണ്ട് ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്ന് ആ കുട്ടികൾക്കറിയാം. മൂസാ നബി ചോദിച്ചു, ഖാല മാ ഖത്ബുകുമാ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അപ്പോൾ അവർ പറഞ്ഞു, ഖാലത്താ ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആഉ വഅബൂനാ ശൈഖുൻ കബീർ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ആണുങ്ങൾ അടുത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ, തുക്കും തിരക്കും കൂട്ടാൻ പോയിട്ടില്ലല്ലോ, ഞങ്ങളൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയല്ലേ. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ വീട്ടിൽ ബാപ്പയില്ലേ? നിങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങളെ വാപ്പയായി പിറന്നവനല്ലേ? നിങ്ങളെന്തിനു വന്നു? ചോദ്യം അവശേഷിക്കുന്നു. കുട്ടികൾക്കതറിയാം. ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ മറുപടി പറഞ്ഞു. ബുദ്ധിയുള്ള കുട്ടികളായിരുന്നു. അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളെ വാപ്പ രോഗശയ്യയിലാണ്, വരാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളെ പറഞ്ഞയച്ചതാണ്. ജീവിക്കാൻ ഈ ആട്ടിൻപറ്റങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി അനിവാര്യമായത് കൊണ്ട് വന്നതാണ്. അപ്പം അനിവാര്യമാണെങ്കിൽ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാം. അനിവാര്യമാണെങ്കിൽ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരുള്ള ഇടങ്ങളിലേക്ക് കരുതലോടുകൂടി ജോലിക്ക് പോകുന്നതിന് മതം എതിരല്ല. എന്നാൽ അത്യാവശ്യമൊന്നുമില്ല, ആഡംബരാണ്, പൈസ ഉണ്ടാക്കണം, പിന്നെ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് കാണുന്നത് പോലെയുള്ള ഭയാനകമായ ജോലി പ്രഹസനത്തിന് ഇസ്ലാം പ്രോത്സാഹനമല്ല. അതുകൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുള്ള വല്ലാപ്പുകൾ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ കുട്ടികളെ മാന്യമായിട്ട് ഫസഖാലഹുമ, അവർക്ക് 2 പേർക്കും വെള്ളം കോരിക്കൊടുത്തു. കാരണം ഈ പുരുഷന്മാർ മുഴുവനും പോയിട്ട് വേണം വൈകുന്നേര സമയം ഈ കുട്ടികൾക്ക് വെള്ളം കിട്ടുള്ളൂ. അപ്പം മൂസാ നബിയുടെ ഹൃദയത്തിൽ അലിവ് തോന്നിയിട്ട് ആ പെൺകുട്ടികൾക്ക് വേണ്ടി ആ തടാകത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന പാറക്കല്ല് കൈകൊണ്ടിങ്ങ് വലിച്ചു നീക്കിയിട്ട് പെൺകുട്ടികൾക്ക് ആവശ്യമുള്ള വെള്ളം കോരിക്കൊടുത്തു. ഫസഖാലഹുമാ സുമ്മ തവല്ല ഇലൽ, വെള്ളം കോരിക്കൊടുത്തിട്ട്, നിങ്ങളെ പേരെന്താണ്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, നിങ്ങളെ വീട് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്,
നിങ്ങൾക്ക് വാപ്പുണ്ടോ, നിങ്ങളെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, മൊബൈൽ നമ്പർ ഉണ്ടോ, അതൊന്നും ചോദിച്ചിട്ടില്ല. വെള്ളം കോരിക്കൊടുത്തു. തൊട്ടപ്പുറത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് കിലോമീറ്ററുകളോളം നടന്ന് വന്ന് ക്ഷീണിച്ച് അവശനായ മൂസ മരത്തിൻ്റെ തണലിലേക്ക് മാറി നിൽക്കുന്നു. മൂസാ നബിക്ക് ഈ ആട്ടിൻപറ്റങ്ങളുടെ പാല് കുടിക്കാൻ താല്പര്യമുണ്ടാകും. കുട്ടികളുടെ കൈവശമുണ്ടായിരുന്ന റൊട്ടിയുടെ കഷ്ണമുണ്ടെങ്കിൽ അത് ലഭിച്ചാൽ വിശപ്പടക്കാൻ സാധിക്കും. മൂസാ നബി നല്ല വിശപ്പിലാണ്, നല്ല തളർച്ചയിലാണ്. എന്നിട്ടും മരത്തിൻ്റെ ചുവട്ടിലേക്ക് മാറി നിന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹ്നോടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രവാചകന്മാരുടെ പ്രാർത്ഥനയൊക്കെ അള്ളാഹുവിനോടാണ്. ثم تولى إلى الظل وقال رب إني لما أنزلت إلي من خير فقير. പടച്ചോനെ, നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. നീ നൽകിയിട്ടുള്ള സഹായത്തിലേക്ക് മാത്രമാണ് ഞാൻ കൈ കാണിക്കുന്നത്. അപ്പോൾ ഇത് മുൻഗാമികളെ ഇസ്ലാമിൻ്റെ ആഗമനത്തിന് മുന്നേ പോലും ഉള്ള മതചിട്ടയിൽ ജീവിച്ചിരുന്ന സമൂഹങ്ങളുടെ മുഴുവനും സംസ്കാരം ഇങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ ഇത്തരം സംഗതികളൊക്കെ കോറിയിട്ടിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. നിസ്കാരത്തിൻ്റെ കാര്യം പൂർണ്ണമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ കുറേ ഹദീസിലാണ് ഉള്ളത്. ചിലതൊക്കെ ഇമാമിങ്ങൾ ഇജ്തിഹാദ് ചെയ്ത് പറയുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ചെറിയ സംഗതികൾ നിങ്ങൾ നോക്കി. ഈ സംഭവത്തിൽ തന്നെ ഈ 2 പെൺകുട്ടികളുടെ കഥ ഖുർആൻ അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ സമയം വൈകുന്നതുകൊണ്ട് ചുരുക്കാണ്. ഈ 2 പെൺകുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലേക്ക് ഉപ്പാൻ്റെ അടുക്കൽ തിരിച്ചു ചെന്നപ്പോൾ പെട്ടെന്ന്, സാധാരണ നേരം വൈകിട്ടല്ലേ വരല്, ഇന്ന് മൂസാ നബി വെള്ളമൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിതാവ് ചോദിക്കണം. 5 മണിക്ക് സ്കൂളിട്ട് വരുന്ന കുട്ടി 4:30 മണിക്ക് വന്നാൽ ചോദിക്കണം, ഇന്നെന്താ നേരത്തെ വന്ന്? എന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ. നെവർമൈൻഡ് ചെയ്യാൻ പാടില്ല. 5 മണിക്ക് വരേണ്ടവൾ 5:30 മണിക്കാണ് വീട്ടിലെത്തുന്നെങ്കിൽ ചോദിക്കണം. പിതാവ് ചോദിച്ചു, ഇന്നിപ്പോൾ എന്താ നേരത്തെ പോന്നു? അപ്പോൾ കുട്ടികൾ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ചുരുക്കാണ്. ഈ 2 കുട്ടികളിൽപ്പെട്ട ഒരു കുട്ടിയെ ഈ പിതാവ് ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. ഈ ചെറുപ്പക്കാരൻ മൂസാ നബി അല്ല, അന്ന് മൂസാ നബി ആയിട്ടില്ല, അന്ന് മൂസയാണ്. മൂസാ നബിയാകുന്നതിന് മുന്നേയുള്ള ആണത്വം ആണ് അത്. ആൺകുട്ടിയായാൽ പെണ്ണുങ്ങളെ നോട്ടമിടുകയില്ല. മനുഷ്യത്വമുള്ളവൻ സ്ത്രീകളിലേക്ക് നോക്കി ആസ്വദിക്കുകയില്ല. പിന്നെ പ്രവാചകൻ്റെത് പറയണോ? വിശ്വാസികളുടേത് പറയണോ? അള്ളാഹു പ്രവാചകത്വം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിൻ്റെ മുമ്പേ ഉള്ള യുവാവായ മൂസയുടെ അടുത്തേക്ക് ഈ 2 കുട്ടികളിൽപ്പെട്ട ഒരു കുട്ടിയെ പിതാവ് പറഞ്ഞേക്കാം. ഒരു കുട്ടിനെ ഉണ്ടാവും. ഒരാളെ പറഞ്ഞേക്കേണ്ടടുത്ത് ഒരാളെ പറഞ്ഞേക്കാവും. ഖുർആൻ പറയുന്നു, ഫജാഅത്തുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ ഖാലത് ഇന്ന അബീ യദഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. മനുഷ്യന്റെ മാന്യതയാണ്. ജാതു ഇഹ്ദാഹുമാ, 2ൽപ്പെട്ട ഒരു കുട്ടി മൂസായുടെ അടുക്കലേക്ക് വന്നു. എങ്ങനെ വന്നു എന്നാ പറഞ്ഞത്? അലസ്തിഹിയാഇൻ, വളരെ ലജ്ജയോടുകൂടെ, മുഖം താഴ്ത്തിപ്പിടിച്ചുകൊണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. സ്വഹീഹായ പരമ്പരയാണ് എന്ന് ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. വാളിഅതൻ ഇഹ്ദാ കുമ്മൈഹ അലാ വജ്ഹിഹാ, തൻ്റെ കൈയിൻ്റെ ഒരു കൈ മുഖത്ത് മറച്ചു പിടിച്ചുകൊണ്ട്, തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് മൂസയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തതിന് പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടി ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ആളായതുകൊണ്ട് നിങ്ങളൊന്ന് ഉപ്പയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ നബിയെ വീട്ടിലെത്തിയവൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. മൂസാ നബിക്ക് അദ്ദേഹം സമാധാനം കൊടുത്തു. നിങ്ങൾ കഴിച്ചിലായതാണ്, നിങ്ങൾ അക്രമിയായ ഫറോവയുടെ സാമ്രാജ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഇവിടെ നിങ്ങൾ പേടിക്കണ്ട. ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, ഭീകരവാദികളുടെ ഭീകര രാജ്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. സമാധാനമുള്ള സ്ഥലത്താണ് നിങ്ങളുള്ളത്. നിങ്ങൾ ആരെയും പേടിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ 2 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു തരാം. ഇന്നി ഉരീദ് അൻ ഉസവ്വിജക ഇഹ്ദ ഇബ്നതയ്യ ഹതൈൻ, എൻ്റെ 2 കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് ഒന്ന് ഞങ്ങൾക്ക് എടുക്കാം.
അതിൻ്റെ മുന്നേ തന്നെ ആ കുട്ടികളെ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. ഉണ്ടോ? വിവാഹം ആവശ്യപ്പെടുകയാണ്. വിവാഹം ആവശ്യപ്പെടാം, അതിന് കുഴപ്പമൊന്നുമില്ല. വിവാഹം ആവശ്യപ്പെട്ടൊക്കെ എത്രയോ ചരിത്രം വിശുദ്ധ ഇസ്ലാമിലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കോമഡിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ തോന്നിവാസത്തെക്കുറിച്ചല്ല. വിവാഹ ആവശ്യം എന്ന് പറയുന്നത് ഖിത്ബത്തുർ റജുൽ, ആണായവൻ പെണ്ണിനോട് വിവാഹം ആവശ്യപ്പെടുന്നതിന് ഇസ്ലാമിൽ ഒരു തെറ്റുമില്ല, നല്ല കാര്യമാണ് അത്തരമൊരു അവസരം കിട്ടിയാൽ. പക്ഷെ അത് കോമാളിത്തരാകാൻ പാടില്ല. ഈ കുട്ടികൾ ഉപ്പാനോട് പറഞ്ഞു, നേർക്ക് നേരെ ഇയാളെ ഞങ്ങൾക്ക് ഭർത്താവാക്കണമെന്ന് ഉളുപ്പുള്ള കുട്ടികൾ പറയില്ല. അപ്പോൾ ബാപ്പക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞു, ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. ഉപ്പ, നിങ്ങൾ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആടിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പണിക്കാരനെ വിളിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ആടിനെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണിക്കാരൻ ആരോഗ്യവും വിശ്വസ്തതയുമുള്ളയാളാണ്. അത് രണ്ടും ഇദ്ദേഹത്തിലുണ്ട്. മക്കൾ സൂചന കൊടുക്കുകയാണ് വാപ്പക്ക്, വാപ്പ ഞങ്ങൾക്ക് ഭർത്താവാക്കാൻ പറ്റിയ ആളാണ്. വാപ്പക്ക് അത് തിരിഞ്ഞു. അതുകൊണ്ടാണ് വാപ്പ പറഞ്ഞു, ഞാൻ എൻ്റെ 2 കുട്ടികളിൽ ഒരുത്തിയെ നിനക്ക് വിവാഹം ചെയ്തു തരും. അങ്ങനെ മൂസാ നബി ആ കുട്ടികളെ വിവാഹം ചെയ്തതും അതിൻ്റെ വിവാഹ മൂല്യമായിട്ട് ആടിനെ നോക്കിയതും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അബൂ ത്വൽഹത്തുൽ അൻസാരി വിവാഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ഒരു സൂചന പറഞ്ഞിട്ട് പ്രസംഗം ചുരുക്കണമല്ലോ. അബൂ ത്വൽഹത്തുൽ അൻസാരി ഉമ്മു സുലൈമിൻ്റെ അടുക്കലേക്ക് വന്നു. അനസ് ഇബ്നു മാലിക്കിൻ്റെ ഉമ്മയാണ് ഉമ്മു സുലൈം. മാലിക് ഇബ്നു നളർ എന്ന് പറയുന്ന ഭർത്താവ് ഉമ്മു സുലൈമിനെ ഉപേക്ഷിച്ചു പോയി. ഉമ്മു സുലൈം മദീന കാലഘട്ടത്തിലെ ആദ്യം സമയം തന്നെ മുസ്ലിമായ പെണ്ണാണ്. അപ്പോൾ ഭർത്താവായിരുന്ന നളർ ഭാര്യ മുസ്ലിമായപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട് വിട്ടു. പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. ആ മരണവിവരം അറിഞ്ഞപ്പോൾ ഉമ്മു സുലൈം എന്ന് പറയുന്നത് തൻ്റെ ഇടിയായ പെണ്ണാണ്, എല്ലാത്തിനും കൊള്ളുന്ന പെണ്ണാണ്, ബുദ്ധിയുള്ള പെണ്ണാണ്. ആ പെണ്ണിനെയും തേടിയിട്ട് അബൂ ത്വൽഹത്തുൽ അൻസാരി വന്നു. അദ്ദേഹം മുസ്ലിം അല്ല. അദ്ദേഹം മുസ്ലിമിനോട് പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? അദ്ദേഹം അവിടുത്തെ ഒരു കോടീശ്വരനാണ്, ധാരാളം ഈത്തപ്പന തോട്ടങ്ങളും മറ്റൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ കാഫിറാണ്, അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം നടക്കൂല. അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, വീണ്ടും പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാം, എനിക്ക് പിന്നെ വേറെ മഹർ ഒന്നും വേണ്ട. ഉണ്ടോ? മഹറാണത്. നിങ്ങൾ മുസ്ലിം ആവുക എന്നതാണ് എൻ്റെ മഹർ. അബൂ ത്വൽഹ ഉടനെ തന്നെ മുസ്ലിമായി. അബൂ ത്വൽഹ ഉമ്മു സുലൈമിനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ആ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായി. ഉമൈർ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടി ഇങ്ങനെ മുലകൂടി പ്രായം കഴിഞ്ഞ് അവസാനമായി നടക്കാനൊക്കെ തുടങ്ങുന്ന പ്രായമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സുലൈമിൻ്റെ വീട്ടിൽ ഇടക്കിടക്ക് വരും. അന്യ സ്ത്രീകളെ വീട്ടിലൊന്നും അല്ലാഹുവിൻ്റെ റസൂൽ പോരാ. ഉമ്മു സുലൈമിൻ്റെ വീട്ടിൽ മാത്രമാണ് തൻ്റെ ഭാര്യമാരല്ലാത്ത മറ്റൊരു പെണ്ണിനെ വീട്ടിൽ പോയി സന്ദർശിച്ചത് ഒരേ ഒരു പെണ്ണാണ്, ഉമ്മു സുലൈം. അത് അന്യ സ്ത്രീയും അല്ല, മുലകുടി ബന്ധത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹോദരിയാണ് ഉമ്മു സുലൈം. അങ്ങനെ വീട്ടിൽ പോയി കടന്നുറങ്ങുമ്പോൾ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പ് കണങ്ങളെല്ലാം വടിച്ചെടുത്ത് കുപ്പിയിലാക്കിയിരുന്ന കഥകൾ വരെ മുഹദ്ദിസുകൾ സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള കിതാബുകളിൽ കാണാൻ കഴിയും. അങ്ങനെ ഉമ്മു സുലൈമിന് പിറ്റേത്തെ വർഷം കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് 2 വയസ്സാകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ വീട്ടിൽ വരുമ്പോൾ ആ കുട്ടിയെ കളിപ്പിക്കും. അബൂ ത്വൽഹത്തിന് ആ കുട്ടിയോട് വലിയ സ്നേഹമാണ്. ആ കുട്ടി ഒരിക്കൽ അസുഖബാധിതനായി. അങ്ങനെ രാവിലെ അബൂ ത്വൽഹ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുട്ടിക്ക് സുഖമില്ല. വൈകുന്നേരമായപ്പോൾ അബൂ ത്വൽഹ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഭാര്യയോട് ചോദിച്ചു, മാ ഫഅല ബുനയ്യ, എൻ്റെ കുഞ്ഞുമോൻ്റെ അവസ്ഥ എന്താണ്? ഞാനിവിടുന്ന് പോകുമ്പോൾ രോഗിയായിരുന്നല്ലോ. ഉമ്മു സുലൈം പറഞ്ഞു, ഹുവ അസ്കനു മിമ്മാ കാൻ, അവൻ ഇപ്പോൾ ഏറ്റവും അടങ്ങിക്കിടക്കുന്നുണ്ട്. ഏറ്റവും അടങ്ങിക്കിടക്കുന്ന ആൾ മരിച്ചു പോയിട്ടുണ്ട്. ആ കുട്ടി മരിച്ചുപോയി, പക്ഷെ മരിച്ചു എന്ന് പറഞ്ഞില്ല. അവൻ എന്നത്തെക്കാളും ഉപരി അടങ്ങിക്കിടക്കുകയാണ്, ഇപ്പം നല്ല സുഖമുണ്ട് എന്ന അർത്ഥത്തിൽ. അങ്ങനെ അബൂ ത്വൽഹ അതും വിചാരിച്ച് ഉമ്മു സുലൈം ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, ആ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിച്ചു.
ആ കുട്ടിയെ വെള്ളത്തുണിയിൽ കഫൻ ചെയ്തു, വീട്ടിൻ്റെ ഒരു മൂലയിൽ മാറ്റി നിർത്തിയിട്ട് വൈകുന്നേരം വരാനിരിക്കുന്ന പിതാവിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഒരുക്കി തയ്യാർ ചെയ്തിരിക്കുന്നു. അന്ന് അബൂ ത്വൽഹക്ക് നോമ്പ് ഉണ്ട് എന്ന് ഹദീസിൻ്റെ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഉമ്മു സുലൈം വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, കുട്ടി മരിച്ച വിവരങ്ങൾ ആരും പറയരുത്, ഞാനത് പറയും, സമയമാകുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആരും പറയരുത് എന്ന് വീട്ടിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞിന്. ആ വീട്ടിൽ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അനസ് എന്ന് പറയുന്നത് ഉമ്മു സുലൈമിൻ്റെ ആദ്യത്തെ ഭർത്താവിനുള്ള കുട്ടിയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖാദിം. അങ്ങനെ വൈകുന്നേരം വീട്ടിൽ വന്നു, ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കൊടുത്തു, നോമ്പ് തുറന്നു, വയറ് നിറഞ്ഞു. ഉമ്മു സുലൈം രാത്രി ബെഡിലേക്ക് വരികയാണ്. എങ്ങനെ വരുന്നതെന്നറിയോ? നല്ല സുഗന്ധം പൂശിയിട്ട് വരുന്നു. അബൂ ത്വൽഹ കിടക്കുന്നിടത്തേക്ക് സ്വന്തം ഭാര്യയായ ഉമ്മു സുലൈം കടന്നു വരുന്നു. ശരീരത്തിൽ സൗന്ദര്യമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ആകർഷണീയമായ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട്, സുഗന്ധം പൂശിക്കൊണ്ട്, കുട്ടി മരിച്ച് വീട്ടിൽ ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ് ജനാസ. അവിടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. മരിച്ച വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനും കുഴപ്പമില്ല, വെള്ളം കുടിക്കുന്നതിനും കുഴപ്പമില്ല. അത് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ രാത്രി ഈ നല്ല പളപ്പളപ്പിൽ, ഈ നല്ല സുന്ദരമായ വേഷത്തിൽ, ഈ നല്ല ആകർഷണീയ രൂപത്തിൽ ഭാര്യ അടുത്ത് വന്ന് കിടക്കുമ്പോൾ ഒരു ഭർത്താവിന് സ്വാഭാവികമായും എന്തു തോന്നുമെന്ന് പറയേണ്ടതില്ലല്ലോ, അവർ തമ്മിൽ ബന്ധപ്പെടുന്നു. ഉമ്മു സുലൈമിന് മനസ്സിലായി, എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് എന്താണ് ആവശ്യം അത് പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഉമ്മു സുലൈം ഭർത്താവിനോട് ചോദിച്ചു, അബൂ ത്വൽഹ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ എന്തെങ്കിലും ഒരു സാധനം അമാനത്തായി ഏൽപ്പിക്കുകയും പിന്നീട് ആ സാധനം അല്ലാഹു തിരിച്ചു ചോദിക്കുകയും ചെയ്താൽ അള്ളാഹനെ കുറ്റം പറയാൻ പറ്റുമോ അബൂ ത്വൽഹ? അപ്പോൾ അബൂ ത്വൽഹ പറഞ്ഞു, പറ്റൂല, അമാനത്തല്ലേ, അത് എപ്പോഴും തിരിച്ചു ചോദിക്കാലോ. എന്നാലേ നിങ്ങളെ മോൻ മരിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണം. അബൂ ത്വൽഹ ആകെ ഹാലളകി. കാരണം ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഇന്നലെ രാത്രി വമ്പിച്ച ശാപ്പാടും, അത് കഴിഞ്ഞിട്ട് ഒരു അന്തി ഉറക്കവും, ഒരു എന്താ പറയുക, വളരെ മോശമായിപ്പോയി. ഉമ്മു സുലൈം ചെയ്തത് ശരിയായില്ല എന്ന ധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നു. റസൂലുള്ള വിവരം അറിയുന്നു. റസൂലുള്ള ചോദിച്ചു, ഇന്നലെ രാത്രി നിങ്ങൾ പുതിയാപ്പിളയും പുതന്നെ ആയിരുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇതറിയാം, അള്ളാഹു അറിയിച്ചു കൊടുത്തതായിരിക്കാം. റസൂലുള്ള ചോദിച്ചപ്പോൾ അവർ നഅം എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ബാരിക് ലഹുമാ ഫീ ഗാബിരി ലൈലിഹിമാ, അവരെ കഴിഞ്ഞുപോയ രാത്രിയിൽ അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ. അള്ളാന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഉമ്മു സുലൈം പ്രസവിക്കുന്നു. ആ കുട്ടിയുടെ പേരാണ് അബ്ദുള്ള. അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് കാരക്ക ചവച്ചിട്ട് ആ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു. ആ കുട്ടിക്ക് 10 മക്കളുണ്ടായി. അബ്ദുള്ള എന്ന് പറയുന്ന ഉമ്മു സുലൈമിൻ്റെയും അബൂ ത്വൽഹയുടെയും ഈ കുട്ടിയിലൂടെ അള്ളാഹു 10 മക്കളെ ജനിപ്പിക്കുകയും ആ 10 മക്കളും ഖുർആൻ പണ്ഡിതന്മാരായിരുന്നു. ബർക്കത്താണ്. ആ പെണ്ണിൻ്റെ തൻ്റെ ഇടമാണത്. ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. വിവാഹം അന്വേഷിക്കാം, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഭാര്യ എത്ര വലിയ മാനസിക പ്രതിസന്ധിയിലാണെങ്കിലും, ഇപ്പോൾ പെണ്ണുങ്ങൾ പറയലങ്ങനെ, ഞാൻ എത്ര ടെൻഷനുള്ള സമയം, ഞാനിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നനക്കലും തുടക്കലും തേക്കലുമാണ്, നിങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നിങ്ങളാ വിചാരിക്കണ മാതിരി ഇവിടെ നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഭാര്യമാർ മനസ്സിലാക്കണം. ഉമ്മു സുലൈമിൻ്റെ ചോരപ്പൈതൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണിലുണ്ണിയായ കുട്ടി, അബൂ ത്വൽഹ കൃഷ്ണമണി പോലെ നോക്കിയിരുന്ന കുട്ടി, ജീവനറ്റ് കിടക്കുന്ന കുട്ടിയെ നേർക്ക് നേരെ കാണുന്നത് ഉമ്മു സുലൈമ. ഭർത്താവ് കണ്ടിട്ടില്ല. ഭാര്യയാണ് മയ്യത്ത് കാണുന്നത്. മയ്യത്ത് കുളിപ്പിക്കുന്നത് ഭാര്യയാണ്. മയ്യത്ത് കഫൻ ചെയ്യുന്നത് ഭാര്യയാണ്. അതോടൊപ്പം ആ ഭാര്യ അടുക്കളയിൽ പോയി ഭക്ഷണം പാകം ചെയ്യുന്നു.
ആ ഭാര്യ ഒരു ഭർത്താവിനെ യാതൊരുവിധ ടെൻഷനും അറിയിക്കാതെ പതിവിൽ വിപരീതമായി പൂർവോത്തരി ഭംഗിയിൽ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. മാനസികമായ ഏറ്റവും ഉയർന്ന സംതൃപ്തിയിൽ അവർ ബന്ധപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രം പോലും പറയുന്നു അതിലുണ്ടാകുന്ന കുട്ടികൾ ഏറ്റവും ക്വാളിറ്റിയുള്ള കുട്ടികളായിരിക്കും. ആ ക്വാളിറ്റി 10 മക്കളെ അള്ളാഹു കുട്ടിയിലൂടെ ജനിപ്പിച്ചു എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭാര്യമാർക്ക് ഇതിൽ പാഠമുണ്ട്, ഭർത്താക്കന്മാർക്കും ഇതിൽ പാഠമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യന്മാരാണ്, ആണായാലും പെണ്ണായാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് ഒതുക്കി നിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാർ അള്ളാഹുവിൻ്റെ റസൂലും ഭാര്യമാരുമാണ്. അതിനും വലിയ ആൾക്കാരില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ സമ്പൂർണ്ണ പാപ സുരക്ഷിതനാണ്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത പ്രവാചകൻ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുമോ? ഭാര്യമാരെ വേദനിപ്പിക്കുമോ? എന്നാൽ മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടർ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരും സഹാബികളുമാണ്. എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം? അവരുടെ ജീവിതത്തിൽ കല്ല് കടിച്ചിട്ടില്ലായിരുന്നുവോ? അവരുടെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളില്ലായിരുന്നുവോ? എന്നിട്ടും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലേ? ഉണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ഭാര്യ ഒരിക്കൽ പറയാണ്, മദീനയിൽ വെച്ചുകൊണ്ട് ഭാര്യയുമായിട്ട് ചെറിയൊരു ഉടക്കലുണ്ടായപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളെന്തായി പറയുന്നത്? വല്ലാഹി ഇന്ന അസ്വാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലയുറാജിഅനഹു വ ഇന്ന ഇഹ്ദാഹുന്ന ലതഹ്ജുർനഹു അൽയൗമ ഹത്തൽ ലൈൽ. നിങ്ങൾ എന്നോട് തട്ടിക്കാറണ്ട. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ അള്ളാഹുവിൻ്റെ റസൂലിനോട് പോലും ചിലപ്പോൾ തട്ടിക്കാറുന്നുണ്ട്. ദിവസത്തിലുടനീളം വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ ബഹിഷ്കരിക്കുന്നുണ്ട്. ഉമറിനോട് ഭാര്യ പറയാ, ഉമർ ഇബ്നു ഖത്താബ് ഇടിപറ്റിയ പോലെ നിന്നു. എൻ്റെ മകൾ ഹഫ്സ ഇല്ലേ? അതിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരിൽ എൻ്റെ മകളായ ഹഫ്സ ഇല്ലേ? ഹഫ്സ മുഹമ്മദ് റസൂലുള്ളാഹിക്കെതിരിൽ ബഹിഷ്കരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഹഫ്സയുടെ ദുന്യാവും ആഖിറവും പരാജയപ്പെട്ടു പോകും. ബേജാറായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന സംഭവം ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന നീണ്ട ഹദീസിലുണ്ട്. ആ ഹദീസ് ഞാൻ പിന്നെ പറയും. ഇപ്പം എൻ്റെ ചർച്ച എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് ഭാര്യമാരിൽ നിന്ന് പ്രവാചകന് ലഭിച്ചിട്ടുണ്ടായിരുന്ന ചില സമയത്തെ ട്രീറ്റ്മെൻറ്റ്. എന്നാൽ പ്രവാചകൻ പ്രകോപിതനായിട്ടില്ല, പ്രശ്നങ്ങളില്ലാത്തതുപോലെ നടിച്ചു. റസൂലുള്ളാഹിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ പോലും ഏറ്റവും കടുപ്പമുള്ള ഗൈറ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇപ്പം എന്താ അതിന് അർത്ഥം പറയാം? രോഷം. മറ്റുള്ള ഭാര്യമാരുമായിട്ട് എൻ്റെ ഭർത്താവ് സംസാരിക്കുന്നതും അവരെ ഗുണങ്ങൾ പറയുന്നതുമൊക്കെ മനസ്സിന് ഇങ്ങോട്ട് പിടിക്കാത്ത പ്രകൃതം ആയിഷ റളിയല്ലാഹു അൻഹ പലപ്പോഴും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ തപ്പി നോക്കും, ആളിവിടെ തന്നെ ഉണ്ടോ? അങ്ങനെ തപ്പി നോക്കിയ അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ തപ്പി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് തട്ടി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക്. പ്രവാചകൻ സുജൂദിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആയിഷൻ്റെ മനസ്സ് വേദനിച്ചു പോയി. പടച്ചോനെ, ഞാൻ എത്ര മോശക്കാരിയാണ്. എൻ്റെ ഭർത്താവിനെ അല്ലയോ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഞാൻ എവിടെയാണ്, എൻ്റെ ഭർത്താവ് എവിടെയാണ്? ഒരിക്കൽ ഇങ്ങനെ അനുഭവം ഉണ്ടായി. പല അനുഭവങ്ങളും. വേറെ ഒരു അനുഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തപ്പി നോക്കി, കാണുന്നില്ല. വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. അതാ 100 മീറ്റർ അപ്പുറത്തുള്ള ബഖീഉൽ ഗർഖദിൽ ഖബർസ്ഥാനിയിൽ റസൂലുള്ളാഹി തങ്ങൾ സിയാറത്തിന് പോയതാ. 2 കൈയും പൊന്തിച്ചിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. കൈ താഴ്ത്തിയിടുന്നു, വീണ്ടും ഉയർത്തുന്നു, വീണ്ടും താഴ്ത്തുന്നു. 3 പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രവാചകൻ തിരിഞ്ഞു നടന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വേഗം തിരിഞ്ഞു നടന്നു. പ്രവാചകന് മനസ്സിലായി, എൻ്റെ മുമ്പിൽ ഒരു കറുത്ത അടയാളമുണ്ടല്ലോ. സ്പീഡിൽ നടന്നു. ആയിഷ സ്പീഡിൽ നടന്നു. ഓടിപ്പോയി വീട്ടിൽ കയറി വാതിലടച്ച് പുതപ്പിട്ട് മൂടിയിട്ട് ഒറ്റ കടത്ത. ഞാനൊന്നും അറിയില്ലേ എന്ന ഭാവത്തിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇതിൽ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും അറിയാതെ വീട്ടിൽ കയറി ജസ്റ്റ് ഇങ്ങനെ, എന്താ ആയിഷ വർത്താനം എന്ന് വെച്ചു. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ആയിഷ ഒരു പടക്കൽ നെഞ്ചത്ത്? ഓടി വന്നാൽ കിടക്കൂലേ? അപ്പോഴും ആയിഷ പറഞ്ഞു, ഒന്നുമില്ല, ലാശൈ, അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പം ആയിഷ പറഞ്ഞു, ലതുനബ്ബിഉന്നി ഔ ലയുനബ്ബിഅന്നൽ അലീമുൽ ഖബീർ. മര്യാദക്ക് എന്നോട് നേരിട്ട് വിവരം പറഞ്ഞു, അല്ലെങ്കിൽ അല്ലാഹു തആല എനിക്ക് വിവരം തരും. ആയിഷയെ ഞെട്ടിച്ചു.
ഇതൊക്കെ ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ പെരുമാറ്റ രീതിയാണ്. പ്രശ്നങ്ങളുണ്ടായ മാതിരി നമ്മൾക്ക് തോന്നാൻ പാടില്ല. സത്യത്തിൽ നീ എന്തിനാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത്, എന്നെ നിനക്ക് തീരെ വിശ്വാസമില്ലേ, എൻ്റെ മൊബൈൽ എടുത്ത് നോക്കാൻ, എൻ്റെ നോട്ട് പുസ്തകം എടുത്ത് നോക്കാൻ എന്നല്ല പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ അത് സമാധാനിപ്പിച്ചു മാന്യമായിട്ട്. ആ സമയത്ത് തന്നെ പിന്നെ വിഷയം മാറി. ആയിഷ ബീബി പിന്നെ ഖബർ സിയാറത്തിൻ്റെ മസലയൊക്കെ ചോദിക്കുന്നത്. നബിയെ, ഖബർ സിയാറത്തൊക്കെ സുന്നത്തുണ്ടല്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിഷയം മാറി. ഇങ്ങനെ ആയിരിക്കണം. മറ്റൊരു സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ മറ്റൊരു ഭാര്യ ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം കൊടുത്തയച്ചു. വീട്ടിലെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അത് സഹിച്ചില്ല. എൻ്റെ വീട്ടിൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ വേറെ ഒരു പെണ്ണ് ഭക്ഷണം കൊടുത്തയക്കേ? ഒറ്റ തട്ട് ആ ഭക്ഷണത്തിൻ്റെ പാത്രം, ആ ഭക്ഷണം നിലത്ത് വീണ് പാത്രം 2 പൊളിയായി. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ 2 പാത്രങ്ങളും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ആ ഭക്ഷണം അതിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് മുമ്പിൽ വന്നിരിക്കുന്ന അതിഥികളെ മുമ്പിൽ വെച്ചുകൊണ്ട്, എൻ്റെ ഭാര്യയെ വഷളാക്കാൻ പാടില്ല, ഭാര്യമാരെ അന്യ ആൾക്കാരുണ്ടാകുമ്പോൾ അവിടെ ഇട്ടിട്ട് ഷൗട്ട് ചെയ്യാൻ പാടില്ല. അവരോട് റസൂൽ പറഞ്ഞു, കുലു ഗാറത്ത് ഉമ്മുക്കും, ധൈര്യത്തിൽ കഴിച്ചോളി, അത് നിങ്ങളുടെ ഉമ്മക്ക് ദേഷ്യം വന്നതാണ്. കുലു ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചതാണ്, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ വേറൊരു പെണ്ണിൻ്റെ പാത്രമല്ലേ പൊട്ടിച്ചത്, അതിൽ യാതൊരുവിധ കൺസെഷനും ഇല്ല. അതുകൊണ്ട് ആയിഷയുടെ വീട്ടിലുള്ള നല്ല ഒരു പാത്രം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം തിരിച്ചങ്ങോട്ട് കൊടുത്തു. പൊട്ടിയ പാത്രം ആയിഷ, പൊട്ടിയ പാത്രം ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മാന്യമായിട്ടത് കൈകാര്യം ചെയ്തു. എത്രത്തോളം എന്നറിയാം നിങ്ങൾ? ഒരു ജീവിച്ചിരിക്കുന്ന മറ്റൊരു പെണ്ണിനോട്, ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിന് ഈർഷ്യതയും രോഷവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. 2 പെണ്ണുങ്ങൾ 3 പെണ്ണുങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവിക, ഒക്കെ ജീവിച്ചിരിക്കുന്നവരാണല്ലോ. എന്നാൽ മരണപ്പെട്ടുപോയ ഖദീജ റളിയല്ലാഹു അൻഹയോട് പോലും ആയിഷ റളിയല്ലാഹു അൻഹ പലപ്പോഴും മനപ്രയാസപ്പെട്ടത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. കാരണം അള്ളാഹിൻ്റെ റസൂല് ഖദീജനങ്ങനെ പറയും, പലപ്പോഴും പറയും, ഖദീജയെ പോലെയുള്ള ഒരു പെണ്ണിനെ കണ്ട അപ്പോൾ ഖദീജയെ കുറിച്ച് പറയും. ആയിഷയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ആയിഷ ഒരിക്കൽ പറഞ്ഞു, ഖദീജ ഖദീജ ഖദീജ, ദുനിയാവിൽ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? വയസ്സും കിളവിയുമായി വയസ്സായി കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു പെണ്ണിനെയാണോ അങ്ങനെ പറയുന്നത്? വഖദ് അബ്ദലക്കല്ലാഹു ഖൈറം മിൻഹാ, ആയിഷയേക്കാൾ നല്ല പെണ്ണിനെ നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടില്ലേ? നല്ല പെണ്ണിനെന്ന് പറഞ്ഞാൽ വിധവയായ ചെറുപ്പക്കാരിയായ എന്നർത്ഥമേ ഉള്ളൂ. സ്വർഗത്തിൽ വലിയ മുന്തിസ്ഥാനം എന്നർത്ഥം വെക്കേണ്ടതില്ല. അപ്പോൾ റസൂൽ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറം മിൻഹാ ഖത്തു, ഖദീജയേക്കാൾ നല്ല ഒരു പെണ്ണിനെ എനിക്ക് അല്ലാഹു തന്നിട്ടില്ല. ഞാൻ കുടുങ്ങിക്കിടന്നപ്പോൾ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചു, ലോകം മുഴുവനും എന്നെ തട്ടിമാറ്റിയപ്പോൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചു. അതുപോലെ തന്നെ ഒരു പെണ്ണിൽ നിന്നും അള്ളാഹു എനിക്ക് കുട്ടികളെ തരാതിരുന്നപ്പോൾ എൻ്റെ കുട്ടികളെ മുഴുവനും ഖദീജയിലൂടെയാണ് എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഖദീജനേക്കാൾ നല്ലൊരു പെണ്ണിനെ എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ട് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയെക്കുറിച്ച് പോലും ആയിഷ റളിയല്ലാഹു അൻഹാക്ക് സഹിക്കാറില്ലായിരുന്നു. ഇത് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാര്യമാരിൽ നിന്നും ഇതൊക്കെ ഉണ്ടാകാം, നമുക്ക് ഭാര്യമാരോട് തിരിച്ച് അങ്ങോട്ടും ഉണ്ടാകാം. ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട്, ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാണ് നമ്മുടെ എല്ലാവരും പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരുടെ ഒക്കെ ചരിത്രം വായിക്കുകയും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള സഹാബി വനിതകളുടെയൊക്കെ ചരിത്രം പഠിക്കുകയും അതുപോലെ സഹാബികൾ പുരുഷന്മാരുടെ ചരിത്രം പഠിക്കുകയൊക്കെ കുറേ പഠിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകും. നമ്മൾ അവരിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർ നമ്മളിൽ നിന്നും ആഗ്രഹിക്കും. ഇരട്ടത്താപ്പ് നമ്മൾ കാണിക്കാൻ പാടില്ല. നമുക്ക് കിട്ടേണ്ടതൊക്കെ അങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് കൊടുക്കേണ്ടതിനെ കുറിച്ച് ഒരു വിചാരവുമില്ല, ഒരു ചിന്തയുമില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖ്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അളീം. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹ് പറഞ്ഞു, അളവിലും തൂക്കത്തിലും വ്യത്യാസപ്പെടുത്തുന്നവർ. ഇത് പച്ചരിയും ഉണക്കരിയും അല്ലെങ്കിൽ നാരങ്ങയും തക്കാളിയും തൂക്കിക്കൊടുക്കുന്നിടത്ത് മാത്രമല്ല, വൈലുള്ളിൽ മുത്തഫിഫീൻ, ഇരട്ടത്താപ്പുകാർക്കാണ് നരകം.
ഇരട്ടത്താപ്പുകാരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ഇദഖ്താലു അലന്നാസി യസ്തൗഫൂൻ. ജനങ്ങളുടെ അടുക്കൽ നിന്ന് കടയിൽ പോയി സാധനം ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അവർ തൂക്കി കണക്കാക്കിയിട്ട് വാങ്ങും. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 510 ഗ്രാം ആയിരിക്കണം, അങ്ങനെ ഇങ്ങോട്ട് വാങ്ങും. എന്നാൽ വൈദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ. അവർക്ക് അങ്ങോട്ട് വിൽപ്പന നടത്തുമ്പോൾ 1 കിലോ പഞ്ചസാര അങ്ങോട്ട് കൊടുക്കുമ്പോൾ 10 ഗ്രാം കുറവ് വരുത്തുന്നു. അവർക്ക് നരകമുണ്ട് എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. ഇമാമിങ്ങൾ പറയുന്നു, ഈ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, കച്ചവടത്തിൽ മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ പോലും ഇരട്ടത്താപ്പ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണോ അത് കൂടിയ അളവിലല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോകാത്ത അളവിൽ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വൈലുൻ ലിൽ മുത്തഫിഫീൻ. ഇങ്ങനെയുള്ള ഖുർആനിൻ്റെ അധ്യാപനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക്, അള്ളാഹുവിൻ്റെ റസൂലും ഭാര്യമാരും സഹാബികളും അവരുടെ ഭാര്യമാരും ഉമ്മഹാത്തുൽ മുഅ്മിനീനും മുസ്ലിം സമുദായത്തിലെ മാതൃകായോഗ്യരായ മുൻഗാമികൾ ജീവിച്ച വഴിയിലൂടെ ജീവിച്ച് മരണപ്പെടാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.